എന്നെ വിളിച്ച് പറഞ്ഞത് ഒരു അച്ഛനെ വേണം, ബുധനാഴ്ച ശുശ്രൂഷിക്കണമെന്ന്. അപ്പം ഞാൻ അച്ഛനെ ഒന്ന് ക്രമീകരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു അച്ഛൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ അച്ഛനെ ഞാൻ തന്നെ വിളിക്കേണ്ടതായിട്ട് വന്നപ്പോൾ അച്ഛന് പിന്നീടാണ് മനസ്സിലായത്. അച്ഛന് ഒരു വചനം ഇവിടെ പറയുകയുണ്ടായി, ആത്മ നിറവുള്ളവരായിട്ട് നമ്മൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കരുതുന്നു. നമ്മളിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് ഒന്ന് പ്രത്യേകമായി ധ്യാനിക്കാവുന്ന വരികയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന, നിങ്ങളെ കർത്താവ് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്കതൊരു അനോയിന്റിംഗ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളിന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ ശക്തി നമ്മിൽ നിറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ എപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്? ഒരു പ്രസംഗമായിട്ട് എടുക്കണ്ട, ഇത് നമുക്കൊരു ക്ലാസ് ആയിട്ട് എടുത്താൽ മതി. കാരണം നിങ്ങൾ കുറേ ജ്ഞാനങ്ങളും പ്രാർത്ഥനകളും വിയോജനങ്ങളും ഒക്കെ കേട്ടവര്. ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾ കുറെ ജ്ഞാനം, അറിവും അടിത്തറയൊക്കെ ഉണ്ട്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ കുറെ കൂടി നമ്മൾ അഭിഷേകത്തിൽ ഒരു പടി കൂടി വളരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പ്രസംഗം ഘോരഘോരം കേൾക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ കിയോ കിയോ നിരുന്ന ഒരു രക്ഷയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ, വളരെ ശക്തിയോടെ. കാരണം നമ്മിലെ ആത്മാവിനെ ഉണർത്തേണ്ടവരാണ്. ഇതാണ് ദൈവത്തിന്റെ സ്വപ്നം. നമ്മിലെ ആത്മചൈതന്യം നമ്മൾ ഉണർത്തേണം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ആത്മീയരാണ്. മനുഷ്യരെല്ലാവരും അടിസ്ഥാനപരമായിട്ട് ആത്മീയരാണ്. നമ്മൾ മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൃഗങ്ങൾക്ക് ആത്മാവില്ല, കുറെ പറഞ്ഞാൽ കേൾക്കുന്നതൊക്കെ ഉള്ളൂ. മനുഷ്യന് ആത്മാവുണ്ട്. എന്നാൽ ഈ ആത്മാവിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം എന്ന് വെച്ചാൽ ആത്മഹത്യയൊന്നുമല്ല. ആത്മാവിനെ നമ്മൾ പുറത്തു കൊണ്ടുവരണം. ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ശക്തി. മനുഷ്യൻ ആത്മീയനാണ്. ഇവന്റെ ഈ ആത്മശക്തിയെ ഉണർത്തണം. ദ സ്പിരിച്വൽ പവർ ഓഫ് മാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ പണ്ടത്തെ ആൾക്കാരെ കരുതി IQ എന്ന് വെച്ചാൽ ഇന്റലിജന്റ് കോഷ്യൻസ്, നമുക്ക് ബുദ്ധി വേണം. പണ്ട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് ഇതൊക്കെ പഠിച്ച് ജോലി നേടി എവിടെയും പോകണം. 4 അക്ഷരം പഠിച്ചാൽ എടാ നീ രക്ഷപ്പെടും. പണ്ടത് അങ്ങനെയാണ്. റംബാച്ചനും ഞാനും ഒക്കെ ഇങ്ങനെ പഠിക്കാനായിട്ട് റംബാച്ചനൊക്കെ MSc MA ഇങ്ങനെ പഠിച്ച് പഠിത്തമൊക്കെ ഒരു ലെവലിലെത്തി കഴിയുമ്പോൾ ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഈ IQ കൊണ്ട് വലിയ കഥയൊന്നും ഇല്ല. കാരണം ഇന്ന് ഇന്റർനാഷണൽ കമ്പനികളൊക്കെ നിന്റെ സർട്ടിഫിക്കറ്റുകൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ 1-2 കാര്യങ്ങൾ, ഒരു പ്രോജക്റ്റുകളൊക്കെ ഇത് എങ്ങനെ സംയമനത്തോടെ, എങ്ങനെ ബാലൻസ്ഡ് ആയിട്ട്, എങ്ങനെ നല്ലൊരു പേഴ്സണാലിറ്റിയോടുകൂടി നീ കാര്യങ്ങൾ അവതരിപ്പിക്കണം, ഇതാണ് ആളുകൾ നോക്കുന്നത്. അതായത് IQ എന്ന് പറയുന്ന നമ്മുടെ ബുദ്ധിയുടെ ഫലം കഴിഞ്ഞിട്ട് ഇന്ന് ആളുകൾ നോക്കുന്നത് EQ ആണ്, ഇമോഷണൽ കോഷ്യൻസ്. എന്ന് വെച്ചാൽ നിനക്കൊരു മനസംയമനമുണ്ടോ? നിന്റെ മനസ്സിനൊരു എന്താ പറയുന്നേ, ഒരു നിസാര കാര്യം നിന്ന് കഴിഞ്ഞാൽ നീ വായിട്ടലയ്ക്കുവോ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യാലിട്ടടിക്കുവോ? ഒരു ജീവിതത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ നിനക്ക് പറ്റുമോ? ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്, അതൊക്കെ എനിക്ക് ഉദ്യോഗമാണ് ഇരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ 4 പേരെ വിളിച്ചറിയിച്ച് ബഹളം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിലുമാക്കി കുളമാക്കി നാശകോശമാക്കി കോടതി വഴക്കിലാക്കിയതിന് ശേഷം ആണോ നീ അത് പ്രശ്നം സെറ്റിൽ ചെയ്യുന്നത്? ഇതാണ് ഇമോഷണൽ കോഷ്യൻസ്.
എന്ന് പറഞ്ഞാൽ EQ. നമ്മുടെ കൂട്ടുകാരോടുള്ള ബന്ധം, വീട്ടുകാരോടുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, മാതാപിതാക്കളുടെ ബന്ധം, ഇതൊക്കെ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഈശോയെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പള്ളിക്കകത്താണ്, പുറത്താണ്? പള്ളിക്ക് പുറത്താണ്. പള്ളിക്കകത്ത് എങ്ങനെ ഇരിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ട. ഗബ്രിയേൽ മാലാഖയുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നതാണൊക്കെ പക്ഷേ പള്ളിക്ക് വെളിയിൽ അങ്ങോട്ടിറക്കി കഴിയുമ്പോഴാണ് ചെരുപ്പ് കണ്ട് ലഭിച്ചത്. ഒരെണ്ണമേ കാണാനില്ല. പിള്ളേരുടെ ഇപ്പൊ തട്ടി അങ്ങോട്ട് മാറ്റി കമ്മു കിടപ്പുണ്ട്. അതന്നെ എനിക്കറിയാൻ പറഞ്ഞുള്ള തെയ്യാൻ എടുത്തു എവളല്ലേ എത്തിച്ചു. നമുക്ക് ഇമോഷണൽ ബാലൻസ്, EQ നമുക്ക് വേണം എന്നാണ് ഇന്നത്തെ ആളുകളൊക്കെ, കമ്പനികൾ. അതുകൊണ്ടാണ് അവർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ, ട്രെയിനിങ്ങുകൾ. നീ ആദ്യമേ പോയിട്ട് 3 മാസത്തെ ഒരു ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് നീ എങ്ങനെ ആളുകളെ ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാം, എങ്ങനെ ആളുകളോട് നീ സംസാരിക്കണം, എങ്ങനെ ആളുകളോട് ഇടപെടണം, അത് മനസ്സിലാക്കാൻ ഇപ്പൊ നമുക്ക് ജോലി തരാം. എന്നാൽ ശ്രദ്ധിക്കണം, ഇന്ന് ലോകം മനസ്സിലാക്കുന്നു ഈ IQവും പോരാ, EQവും പോരാ, വേറെ ഒരു ശക്തി നിനക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന്റെ പേരാണ് SQ. SQ എന്താണത്? പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതാണ് സ്പിരിച്വൽ കോഷ്യൻസ്. ചിലര് ഈ സ്പിരിച്വൽ കോഷ്യൻസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളുണ്ട്. സ്പിരിച്വൽ കോഷ്യൻസ് അതിന്റെ 2 അനന്തര ഫലങ്ങളാണ്. AQ, അഡ്വേഴ്സിറ്റി കോഷ്യൻസ്. ഞാൻ ഇച്ചിരി ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഇത് ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനത് വിശദമാക്കി പറഞ്ഞുതരാം, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പരിശുദ്ധാത്മാവിലേക്കാണ് പ്രവേശിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മളൊക്കെ കരുതും വരുമ്പോൾ നമുക്കൊരു വിറയൽ അനുഭവപ്പെടുന്നു, കൈ വിറയ്ക്കുന്നു, കാല് വിറയ്ക്കുന്നു, കണ്ണു വിറയ്ക്കുന്നു. ഇതാണോ പരിശുദ്ധാത്മാവ്? അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് അനുഭവപ്പെടുമ്പോൾ എല്ലാവിധമായ നമ്മുടെ ശരീരത്തിന് ഭാരം കുറയുന്നു, നമ്മൾ പൊങ്ങി പോകുന്നു, നമ്മളങ്ങ് സൂര്യകോളം വരെ എത്തുന്നു. ഇതാണോ പരിശുദ്ധാത്മാവ്? അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നാവിന്റെ കെട്ടഴിഞ്ഞു വന്ന് നാവ് ഇങ്ങനെ പറഞ്ഞിട്ട് ഭാഷാ വരത്തില്ല, ഭാഷാവരമുണ്ട്, വരങ്ങളുണ്ട്. അപ്പൊ ഇത് മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ. ഇതാണോ അതിന്റെ സൂചന? ഇതിലല്ലാതെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്റെ പ്രായോഗിക ജീവിതത്തിൽ എന്തെങ്കിലും ഗുണപരമായ നേട്ടമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് SQ അഥവാ സ്പിരിച്വൽ കോഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ ശക്തി. ഇന്ന് ആളുകൾക്ക് മനസ്സിലായി, നിന്റെ ബുദ്ധി കൊണ്ടും കഥയില്ല, നിന്റെ മനസ്സുകൊണ്ടും ഇമോഷണൽ ബാലൻസ് നിനക്ക് കിട്ടിയത് കൊണ്ടും കഥയില്ല. ഇതിനേക്കാൾ ഉപരി നിന്നിൽ വേറെ ഒരു ശക്തിയുണ്ട്. ഇറ്റ്സ് കോൾഡ് സ്പിരിച്വൽ കോഷ്യൻസ്. നിന്റെ ആത്മശക്തി. ഇത് ആളുകൾക്ക്, കമ്പനികൾക്ക്, വലിയ വലിയ ആളുകൾക്ക്, വലിയ വലിയ പ്രസ്ഥാനങ്ങൾക്ക് മനസ്സിലായി. അവർ കണ്ടെത്തി, പരീക്ഷണങ്ങൾ നടത്തി. ആ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായി, ഉള്ളിലെ ഈ ആത്മീയ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന ആളുകൾക്ക് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, അഡ്വേഴ്സിറ്റി കോഷ്യൻസ്. ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഒരു കരുത്ത് ഇയാൾക്കുണ്ട്. മരണം വന്നോട്ടെ, ദുരിതം വന്നോട്ടെ, പകർച്ചവ്യാധി വന്നോട്ടെ, കടബാധ്യത വന്നോട്ടെ, ഇയാളുടെ മുഖത്ത് അവാച്യമായൊരു പുഞ്ചിരി വന്നിട്ട്. ഹല്ലേലൂയ. ഇത് എവിടുന്ന് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ യാതൊരു സാധ്യതയില്ല. അപ്പന്റെ രീതി നോക്കിയാൽ, നമ്മുടെ നിറം നോക്കിയാൽ, നമ്മുടെ ഡിഗ്രി നോക്കിയാൽ, നമ്മുടെ ഹൈറ്റ് നോക്കിയാൽ, നമ്മുടെ വണ്ണം നോക്കിയാൽ ഇതൊന്നും വരാൻ യാതൊരു സാധ്യതയില്ല. പക്ഷെ എന്നാലും ഈ ആളിൽ ഒരു അവാച്യമായ ശാന്തത തളഞ്ഞിട്ട്
ഹല്ലേലൂയ. ഇതാണ് സ്പിരിച്വൽ കോഷ്യൻസ്. അതിന് രണ്ട് സാധ്യതകളാണ്. ഒന്ന് അഡ്വേഴ്സിറ്റി കോഷ്യൻസ്, പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനുള്ള അതിശക്തി നമുക്ക് കിട്ടും. അതാണ് ഈ അഡ്വേഴ്സിറ്റി കോഷ്യൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പവറാണ് ക്രൈസിസിനെ, പ്രതിസന്ധികളെ നമ്മൾക്ക് അതിജീവിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സ്ഥിതി. ചില ആളുകൾക്ക് ഒരു ഏക്കർ സ്ഥലം അങ്ങോട്ട് കൊടുത്തു, ഒന്നുമില്ല. ആളോട് പറയാണ്, ദാ ഇവിടെ ഇന്നത് അങ്ങോട്ട് തുടങ്ങണം. കാശില്ല, കാര്യങ്ങൾക്ക് ആളില്ല, പിൻബലമില്ല. പക്ഷെ ഈ മനുഷ്യൻ ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിച്ചെടുത്തു. അതിനുള്ള പവർ ഈ മനുഷ്യനുണ്ട്. അതാണ് ഈ മനുഷ്യനിലുള്ള മറ്റൊരു ശക്തി എന്ന് പറയുന്നത്. ഒന്ന്, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തിയുണ്ട്. രണ്ട്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം വളർത്തിയെടുക്കാനുള്ള ഒരു ശക്തി. ഇതാണ് സ്പിരിച്വൽ കോഷ്യൻസിന്റെ ഫലമെന്ന് പറയാം. ഹല്ലേലൂയ. പഠിത്തം, ചില വീടുകളിലൊക്കെ നോക്കിയാൽ മാതാപിതാക്കൾ റബ്ബർ വെട്ടുകാർ, ജോലിക്കാർ, പക്ഷെ മക്കള് IAS ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഒരു രക്ഷയില്ല, വളരാൻ ഒരു സാധ്യതയില്ല. പണമില്ല, ഇടപാടുകളില്ല, ബന്ധുബലമില്ല, പറഞ്ഞു കൊടുക്കാൻ ആളില്ല, മാതാപിതാക്കളുടെ ബുദ്ധി ഇങ്ങനെയാണ്. പക്ഷേ ഈ കുഞ്ഞിനെ പിടിച്ചാൽ കിട്ടുന്നില്ല, അത് കയറി പോവുക. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു അനോയിന്റിങ് ഉണ്ടാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഇതിനെ കുറിച്ചാണ് ഒന്ന് മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ ജ്ഞാനം, ഈ സ്പിരിച്വൽ പവർ, ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കിതിന് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ സ്പിരിച്വൽ പവർ ആവശ്യമൊന്നുമില്ല, ഉണ്ട്. ഇതിന് ആവശ്യമുണ്ടെങ്കിൽ ഇതിന് ആഗ്രഹം വേണം. പരിശുദ്ധാത്മാവിന് എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടുക? നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഹല്ലേലൂയ. മാമോദീസായിലൂടെ തിരുസഭയുടെ നിക്ഷേപമാണിത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകപ്പെട്ട് കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉണർത്തണം. ഇത് ഉണർത്താതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദുരിതങ്ങൾക്കെല്ലാം കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ മാമോദീസായിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് പുതുതായി നൽകപ്പെടുന്നില്ല. ചിലർക്ക് ചിന്തയുണ്ട്, ധ്യാനത്തിന് അങ്ങോട്ട് വന്നു, പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞു, 12 മണിയായപ്പോൾ ഒരു പരിശുദ്ധാത്മാവ് ഇതാ വന്നു, 12:05 ഇതല്ല മക്കളെ നമുക്ക് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ നമ്മിൽ ദൈവം തന്നിട്ടുണ്ട്. പരിശുദ്ധ സഭ മാമോദീസായിലൂടെ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉണർത്തണം. അതുകൊണ്ടാണ് പൗലോസ് ആവർത്തിച്ച് പറയും, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുതേ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കരയിക്കരുതേ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുതേ, വേദനിപ്പിക്കരുതേ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതേ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഉള്ള പരിശുദ്ധാത്മാവ് പെക്കോ എന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് ചിലര്. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് തേങ്ങിക്കരഞ്ഞുകൊണ്ട് വിലപിച്ച് ഉള്ളിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാൻ ഒരു സാധ്യതയുണ്ട്. ഏതാണ് ആ സാധ്യത?
എപ്പോഴാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിർവീര്യമായി പോകുന്നത്? നാം പാപം ചെയ്യുന്നത്. കാരണം ജീവൻ കുറഞ്ഞു 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 പോകുന്ന പോലെ ആളുകൾക്ക് തോന്നും. ദൈവം തന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറവായിട്ട് മാറണമെങ്കിൽ പ്രിയ മക്കളെ പാപത്തിൽ നിന്ന് മാറി നിൽക്കണം. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകം 1:11 പറയുന്നു, നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ഒരാൾ നുണ പറയുക. ഈ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോട് നമ്മിൽ ജ്വലിക്കുക. ഒരു ചെറിയ കള്ളം പറഞ്ഞു, 1 രൂപയ്ക്ക് വേണ്ടി. 1 രൂപയ്ക്ക് വേണ്ടി കള്ളം പറയുന്നതാണോ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കള്ളം പറയുന്നതാണോ ഏറ്റവും കൂടുതൽ? എല്ലാം ഒരുപോലെ. എല്ലാം ഒരുപോലെ. നുണയ്ക്കാണ് പ്രധാനം. നുണ അത് ഒന്നാണോ 1 ലക്ഷമാണോ എന്നുള്ളതല്ല. ഈ നുണ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കും, നിർവീര്യമാകും. മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? ദൈവം നമുക്ക് വേണ്ടി ഒരു സ്വപ്നം ഏതനിൽ ഒരുക്കിയ ഒരു സ്വപ്നമുണ്ട്. ജീവന്റെ വൃക്ഷം. ഈ സമൃദ്ധി നമുക്ക് നഷ്ടപ്പെടും. ഈ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഈ ഭൂമി ദുരിതപൂർണമായിരിക്കും. നിങ്ങളൊരു 20 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിച്ചു. അപ്പോൾ അതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തിയുണ്ടോ? 100 കൂട്ടം പ്രശ്നങ്ങളാണ്. പ്രശ്നം ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? പിടിച്ചു കെട്ടിക്കുന്നത്. അപ്പം വേറൊരു ദുരിതം കൊടുക്കരുത്. ദുരിതം ഡബിളായി. അങ്ങനെ 4 വർഷം കഴിയുമ്പോൾ 4 പിള്ളേരുമായി. ദുരിതം 8 മടങ്ങായി. ജീവിതത്തെ ദുരിതമേറുന്നതല്ലാതെ ദുരിതത്തിന് ഒരു അറുതിയില്ല. കാരണം എന്താണെന്നറിയാമോ? ദൈവം നമുക്ക് ഹൃദയത്തിൽ നിക്ഷേപിച്ചു തന്ന ഈ പരിശുദ്ധാത്മാവ് പാപത്തിന്റെ മ്ലേച്ഛതകളും ചിഹ്നങ്ങളും അടയാളങ്ങളും നിരന്തരം ഏറ്റേറ്റ് ജീവൻ കുറഞ്ഞ് 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 ഒരുമാതിരി എൻഡോസൾഫാൻ ബാധിച്ച കുഞ്ഞുപോലെ ഇങ്ങനെ കിയോ നിറഞ്ഞിരിക്കുക. ഇത് മൂലം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളോ ദാനങ്ങളോ ഫലങ്ങളോ അനുഭവിക്കാൻ പറ്റാതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ചെറമിയായുടെ പുസ്തകത്തില് 15-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക, നീ വിലകെട്ടത് പറയാതിരുന്നാൽ നിന്നെ ഞാൻ എന്റെ നാവ് പോലാക്കും. നീ വിലകെട്ടത് പറയാതിരുന്നാൽ നിന്നെ ഞാൻ എന്റെ നാവ് പോലാക്കെന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ പറഞ്ഞത് നടക്കും. ദൈവം പറഞ്ഞാൽ അത് അച്ചട്ട അതുപോലെ നടക്കും. നമ്മളൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ നടക്കണമെങ്കിൽ നമ്മിലെ ഈ ആത്മശക്തിയെ മക്കളെ ഉണർത്തണം. നമ്മുടെ ഈ ആത്മാവിനെ നമ്മൾ നിർവീര്യമാക്കും. അതുകൊണ്ടാണ് നമ്മള് ജീവൻ കുറഞ്ഞു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1:6 തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുന്നത് അതാണ്. എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്നിട്ട് പറയാണ്, മകളെ ആരാണ് പരിശുദ്ധാത്മാവില്ലാത്തത്? പരിശുദ്ധാത്മാവില്ലാത്തവരെ കുറിച്ച് ബൈബിൾ പറയുന്നു. ആർക്കാണ് ഈ ആത്മാവിനെ കിട്ടാത്തത്? യൂദാസിന്റെ ലേഖനം 18-19 വാക്യങ്ങൾ. ഒറ്റ അധ്യായമേ ഉള്ളൂ. യൂദാസിന്റെ ലേഖനം 18-19 വാക്യങ്ങൾ വായിക്കാമോ? ആർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകാത്തത്? തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തൊരു പരദൂഷകർ. നമ്മുടെ നാവിന്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ആത്മാവിനെ നശിപ്പിക്കുന്നത്. നമ്മുടെ ചൈതന്യം മുഴുവൻ നശിപ്പിച്ചു കളയുന്നത്. നമ്മളിങ്ങനെ ഉണങ്ങിപ്പോകുന്നതിന്റെ കാര്യം
നമ്മുടെ വഴികൾ അടഞ്ഞു പോകുന്നൊരു കാര്യം, ഈ ആത്മശക്തി നമ്മൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾ കടിപ്പെട്ടു ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാകുന്നത്. ഇവരുടെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് ഇവർക്കില്ല. ഇവരാണ് എവിടെ വന്നാലും അടി നടക്കും, വഴക്ക് നടക്കും, പ്രശ്നം നടക്കും. എന്നിട്ട് അവരെ നോക്കിയിട്ട് വചനം പറയുകയാണ്, 19-ാം വചനം, എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോക്കി പറയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മൾ പറയാണ്, നമ്മളും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എപ്പോഴും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഓ കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിന്റെ വരദാന ഫലങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ആവർത്തിച്ച് മക്കളെ പറയണം. കാരണം ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ദുഷ്ടാരൂപികൾ ഓടി ഒളിക്കും. ദിസ് എ പോസിറ്റീവ് എനർജി. ഈ പോസിറ്റീവ് എനർജി വരുമ്പോ നെഗറ്റീവ് എനർജികളെല്ലാം കൂടെ വിട്ടു. ഇത് നമ്മൾ എഴുന്നേൽക്കും. ഒരിക്കലൊരു പെങ്കൊച്ചിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഈ കുഞ്ഞിനെ വേണ്ടിയിട്ട് തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ അവൾ മിടുക്കിയൊരു +1 ആയി. അപ്പൊ ഈ +1 പഠിക്കുന്ന കുട്ടിയെ ഞാൻ ചോദിച്ചു, എന്താ പറ്റിയതെന്ന് വെച്ചാൽ, ഒരു ശരീരത്തെല്ലാം വഴി അഴിയാണ്, വേദനയാണ്, കണ്ടില്ല ചെയ്യും. ഒരു ചുരുട്ടി കൂട്ടിയൊരു തുണി കണക്കിരണം ഇരിക്കുക. ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 30 സെക്കൻഡ് എഴുന്നേറ്റ് പിന്നെ കാണാൻ ചെയ്യും. ഞാൻ ചോദിച്ചു, ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയില്ല. എല്ലാ സ്കാനിങ്ങും നടത്തി. അങ്ങനെയാണല്ലോ ആശുപത്രികൾ. നമ്മൾ ചെല്ലുന്നതിന് മുമ്പേ എല്ലാ യന്ത്രങ്ങളും ഓണാക്കി. പിന്നെ സ്കാനിങ് ആയി, പരിശോധനയായി, കുഴൽ വെച്ച് പരിശോധന, കുഴലിറക്കി പരിശോധന എങ്ങനെ പരിശോധിച്ച് ഒടുവിലേക്ക് വെച്ചതിനെ ഡോക്ടർമാർ പറഞ്ഞു, ഇതേതേലും അച്ഛന്മാരെ കൊടുത്താലേ കഴിച്ചു പ്രാർത്ഥിക്കുന്നല്ലേ, ഒരു അസുഖം ഞങ്ങൾ കണ്ടുപിടിക്കുന്നില്ല. അങ്ങനായി കൊച്ചു വന്ന കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ചേട്ടത്തെ എനിക്കറിയാം, ഈ കൊച്ചിനെ ചെറുപ്പം മുതൽ ഈ ചേട്ടത്തെ ഒരുക്കി ഇങ്ങനെ ഇറക്കുന്ന ഒരു രീതിയാണ്. എന്നുവെച്ചാൽ പച്ചയുടുപ്പിട്ടാൽ, മഞ്ഞയുടുപ്പിട്ടാൽ, നീലുടുപ്പിട്ടാൽ, നീല ചെരുപ്പ്, നീല കമ്മല്, നീല തലയെ കിട്ടുന്ന വള്ളി, പിന്നെ നീലപ്പല്ല്, ഇങ്ങനെ എല്ലാം നീല. അപ്പൊ ഇങ്ങനെ ഒരു എന്നെ കൊണ്ട് ഡാൻസും പാട്ടുമൊക്കെ നടത്തുക. അപ്പോഴിങ്ങനെ ലോകം മുഴുവൻ ഇതിനെ കൊണ്ട് അവതരിപ്പിക്കുക. ഇതേ നോക്കി അതിൽ നോക്ക് നിന്നൊക്കെ തന്നെ വിളിച്ചാണ്, ഇതേ എന്റെ മോള കേട്ടോ. ഈ അവതരിപ്പിക്കുന്നത് പ്രൊജക്ഷനിസം. അപ്പൊ ഇങ്ങനെ കൊടുത്തും നടന്ന് ഒരു പ്രായം കാലത്ത് ഈ കൊച്ചിനെ എഴുന്നേക്ക. അത് നമ്മൾ ചോദിച്ചാൽ ഈ അച്ഛൻ ഇങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. കണ്ണ് നോട്ടം എന്ന് പറയുന്ന ചിന്മയൊന്നുമില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ വചനം ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇങ്ങനൊരു ദുരാത്മാവുണ്ട്. ഈ ദുരാത്മാവിന്റെ പേരാണ് സ്ത്രീകളുടെ ഇഷ്ടദേവനായ ദുരാത്മാവ്. ദുരാത്മാവിന്റെ പേരെന്താണ്? അങ്ങനൊരു ദുരാത്മാവ്. ഇത് ഈ പെണ്ണുങ്ങളുടെ കൂടെ നടക്കും. അപ്പോ കാണുന്നവരെയും പോകുന്നവരെയും എല്ലാം അത് വിളിച്ചിങ്ങനെ കാണിക്കും. അതാണ് നോക്കിക്ക്. അപ്പോൾ ഇങ്ങനെ ചില ദുരാത്മാക്കളുടെ പീഡകള് അനുഭവിക്കുന്നവര് ഉണ്ട്. എന്താണ് ഈ ദുരാത്മാവിന്റെ പ്രത്യേകത എന്നറിയാമോ? ദാനിയേലിന്റെ പുസ്തകത്തില് 11-ാം അധ്യായം 37-ാം തിരുവചനം, സ്ത്രീകളുടെ ദാനിയേൽ 11:30. അപ്പൊ ഇങ്ങനൊരു ദുരാത്മാവുണ്ട്. പിന്നീട് നമുക്കൊന്ന് വായിക്കണം. 11:37. അപ്പൊ കിട്ടിയോ? വായിച്ചു. അപ്പൊ സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്ന ഒരു ദേവനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ ഈ ദേവൻ ഇതൊരു ദുരാത്മാവാണ്. ഇങ്ങനെ ദുരാത്മാക്കൾ ഇങ്ങനെ കൂടെ നടക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് ഈ പുരുഷന്മാരുടെ അല്ലെങ്കിൽ പാപത്തിൽ അടിപ്പെട്ട് കഴിയുന്ന ആളുകളുടെ
അവരുടെ ഒരു സ്പർശനം മൂലം, വളരെ മാലാക കുഞ്ഞുങ്ങളായിരിക്കാം, വളരെ നന്മയിൽ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, ഒരു സ്പർശനം മതി ഈ ദുരാത്മാവ് നെഗറ്റീവ് എനർജി കയറുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ദുരാത്മാക്കളൊക്കെ വിട്ടു പോകുമ്പോൾ ക്ലീനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് 7 എണ്ണത്തിനും കൂടെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ദൈവത്തിൽ സഭ പറയുന്നത്, സഭയുടെ നിക്ഷേപങ്ങളായ കൂദാശകൾ കൊണ്ട്, കൃപകൾ കൊണ്ട്, ദ ഗ്രേസ് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് നിങ്ങൾ നിറഞ്ഞു നിൽക്കണമില്ലെങ്കിൽ വീണ്ടും ഈ നെഗറ്റീവ് എനർജി വരും. അതുകൊണ്ടാണ് നിരന്തരം വർജന കൊണ്ട്, ഉപവാസം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ഉണർന്ന് യാമങ്ങളിലും പുലരികളിലും നമ്മൾ പ്രാർത്ഥനയുടെ ഒരു കോട്ടകളുടെ ഒരു ചങ്ങല നമുക്ക് ചുറ്റും ബന്ധിച്ചു തീർക്കണം. നമ്മൾ ഭൂമി മുഴുവനും ദുഷ്ടന്റെ അവിടെ ദൈവമക്കൾ ശക്തമായ പ്രാർത്ഥനയുടെ ബലം ആവശ്യം. അപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു തലയും കൈവച്ചു ശരിക്കും പ്രാർത്ഥനയൊക്കെ നടത്തിയതിനു ശേഷം അതൊന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പാപത്തിന്റെ ശക്തി നമ്മെ സ്വാധീനിക്കും. ഈ നെഗറ്റീവ് എനർജി നമ്മിൽ വരാതിരിക്കാൻ ഈ പോസിറ്റീവ് എനർജിയെ പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മൾ ഹൃദയത്തിൽ നിരന്തരം നമ്മൾ ആകർഷിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രിയമക്കളെ, ഇല്ല എങ്കിൽ പിശാച് പാപം ചെയ്യിച്ച് ഈ ആത്മശക്തി ഉണരാൻ അനുവദിക്കുകയില്ല. അവൻ നമ്മളെ മണ്ടം കളിപ്പിക്കും. അവൻ വളരെ കൗശലക്കാരനാണ്. അവൻ വളരെ സൂത്രശാലിയാണ്. അവന്റെ പേര് തന്നെ നുണയനും നുണയുടെ പിതാവുമാണ്. പുരാതന സർപ്പമാണ്, വഞ്ചകനാണ്, കടിയൊരുക്കുന്നവനാണ്. അതുകൊണ്ടാണ് അവനിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ട് വചനം നമ്മളെ ആവർത്തിച്ച് പറയുന്നത്. പ്രിയമക്കളെ, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1:29 വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്ലിഹായിലൂടെ പഠിപ്പിക്കുകയാണ്, അവൻ എന്നിൽ ഉണർത്തുന്ന ശക്തി കൊണ്ട്, പരിശുദ്ധ ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. പക്ഷേ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം സാത്താൻ അറിയാം, ഇവനെ കൊണ്ട്, നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ചാൽ നമ്മിലെ ശക്തി മുഴുവൻ കെട്ടുപോകും. നമ്മുടെ സ്വാഭാവികമായ കഴിവുകളെ പോലും അത് നശിപ്പിക്കും. ഒരു കൊച്ചുപോയി പയ്യൻ, അവൻ വന്നിട്ട് അവന് ബ്ലൂ ഫിലിമിന്റെ CD പുറകെ പിടിച്ചു. സാറുമാർ തൂക്കിയെടുത്തോണ്ട് കൊണ്ടുവന്ന് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിർത്തിയിരിക്കാൻ. രാവിലെ വൈകുന്നേരം വരെ ഓഫീസിൽ നിർത്തി. അതിനുശേഷം അവനോട് പറഞ്ഞു, നിനക്ക് എങ്ങനെയാടാ നിന്റെ ബാഗിൽ നിനക്ക് ബിസിനസ്സാന്ന് പറയുന്നത്, ഈ CD കൊണ്ടിരിക്കുന്ന കച്ചവടങ്ങൾ നടക്കുവാണ്. അവൻ ഈ 7ാമത്തെ വയസ്സ് തൊട്ട് ഇതിനടിക്കടാണ്. അവൻ പറയുന്നത്, അവന്റെ പെറ്റ തള്ളയെ ചോറ് വിളമ്പി കൊടുക്കുമ്പോൾ അവൻ കാണുന്ന നഗ്നമായ കാഴ്ച. അവൻ പറയുന്നത് പഠിക്കാൻ പറ്റുന്നില്ല. അവന് ജീവിതത്തിൽ അവനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ മാറി. അവൻ മനോരോഗിയായി മാറി. ഇവകളെ നമ്മളൊന്നും ഇരുന്നത് കഴിഞ്ഞ ഇന്നലെ കോളേജിൽ ഞാൻ കോളേജില് സൈബർ സെല്ലിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജനമൈത്രി പോലീസിന്റെ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടന്നതായ കുറ്റകൃത്യങ്ങളെ കുറിച്ച്. ഈ ക്ലാസ്സിൽ അവിടെ ഒരു പോലീസ് ഡിവൈഎസ്പി പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. ഈ ചെറിയ കുട്ടികൾ, അവർക്കെതിരെ കേസെടുക്കാൻ അടൂര് തന്നെ 18 കേസുകൾ ഈ വീടുകളിൽ നിന്ന് വന്നിരിക്കുന്ന സൈബർ സെല്ലിൽ ഇന്റർനെറ്റിൽ കയറി സെർച്ച് ചെയ്ത് അശ്ലീല സൈറ്റുകളിൽ കയറി കുറ്റം ചെയ്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ട 10 വയസ്സിന് താഴെയുള്ള 18 കുട്ടികളുടെ കേസുണ്ട്. കേസെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പോലീസ്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്ന ലോകം മുഴുവൻ പിശാചിന്റെ അധീനതയിലായിരിക്കും. പ്രിയമക്കൾ, അതിനാല് ഈ ആത്മശക്തിയെ നമ്മൾ ഉണർത്തുന്നില്ലെങ്കിൽ തിന്മയുടെ ശക്തി പിടിമുറുക്കും. ഇതെന്താ സംഭവം? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി മുഴുവൻ കെടുത്തിക്കളയും. നമുക്കറിയാം, നമ്മുടെ ഈ തലച്ചോറിനകത്ത് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് എത്ര ശതമാനം ഉപയോഗിക്കണമെന്നറിയാം? നമ്മുടെ തലച്ചോറ് 100%
ഉണ്ടെങ്കിൽ നമുക്ക് സാമാന്യം ഒരു നന്നായിട്ട് ജീവിച്ചു പോകാൻ എത്ര ശതമാനം തലച്ചോറ് വേണമെന്നറിയാം? ഒരു 20% താഴെ മതി. കാരണം 3000 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും അദ്ദേഹത്തിന്റെ തലച്ചോറ് പഠന വിഷയമാക്കിയപ്പോ അവർ കണ്ടെത്തിയ ഒരു കാര്യം, അതിന്റെ തലച്ചോറിന്റെ കുറച്ചു ഭാഗം അത് ഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി ഒരു 80% വരെ ചുമ്മാ അങ്ങനെ കിടക്കുകയായിരുന്നു പറയുന്നത്. അപ്പൊ ഇവിടെ ഈ തലച്ചോറിന്റെ ഒരു 20% 3000 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഐൻസ്റ്റീന് പോലും മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് 4, 3, 7 പിന്നെ ഒരു 13 കൂടെ കൂട്ടണമെങ്കിൽ കാൽക്കുലേറ്റർ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് നമുക്ക് ഈ തലച്ചോറ് എത്ര ശതമാനം ഉപയോഗിച്ച് കാണും? ഈ തലച്ചോറ് നന്നായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മള് എവിടെ എത്തിയല്ലേ? ചില കാര്യമൊക്കെ ഭയങ്കര ഓർമ്മശക്തിയില്ല. കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോൾ അമ്മായിമ്മ പറഞ്ഞ കുത്തുവാക്കി 48 വർഷം കഴിഞ്ഞിട്ട് ഓർത്തിരിപ്പുണ്ട്. ചിലത് നല്ലൊരു ബൈബിൾ വാക്യം ഓർത്തിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് അമിത ബുദ്ധിയാണ്, അതിബുദ്ധിയാണ്. ചില കാര്യങ്ങള് നമുക്ക് ഇവിടെ മറന്നു. എന്താണ് ഇതിന്റെ കാര്യം? ഓർത്തിരിക്കേണ്ടത് ഈ ശരീരത്തിൽ തലച്ചോറിനകത്ത് ഒരു 20% താഴെ വരെ നമുക്ക് ഉപയോഗിക്കാം ഈ ലോകത്ത് ജീവിക്കാൻ. ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ ബാക്കി 80% എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്? ഈ തലച്ചോറിലെ പലരുടെയും കുറ്റവും കുറവുകളൊക്കെ ഇങ്ങനെ ഓർത്ത് ശേഖരിച്ച് അടിച്ചടിക്ക് വെച്ച് എല്ലാം ഉണ്ടെങ്കിൽ അത് 20% മതി. ബാക്കി 80% എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? ദൈവം എന്തെങ്കിലും ബേസായിട്ട് സൃഷ്ടിക്കും? ദൈവം ഒരിക്കലും ഒരു കാര്യം പോലും ഉപയോഗശൂന്യമായിട്ട് സൃഷ്ടിക്കില്ല. പ്രിയമുള്ളവരെ, ബാക്കി 80% is for the wisdom of God. ദൈവത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എന്താ സംഭവിച്ചത്? ആദ്യ പാപം മൂലം ഈ ദൈവത്തിന്റെ ജ്ഞാനം അറിഞ്ഞവരുടെ ഇത് മ്ലേച്ഛമായി പോയി. ആദ്യം പിന്നെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപം കൂടെ കൂട്ടുമ്പോഴത്തേന് പിന്നെയും പിന്നെ ഈ ബുദ്ധിയുടെ പ്രകാശം കെട്ടിപ്പോ ഒരുമാതിരി അത്യാവശ്യം ജീവിക്കാനുള്ള വെട്ടം മാത്രമേ ഉള്ളൂ. ഇതാ സംഭവിച്ചത്. കാരണം പിന്നീട് നമ്മൾ കണ്ടത് മുഴുവൻ മ്ലേച്ഛത, കേട്ടത് മുഴുവൻ ചീത്ത, നമ്മൾ കണ്ട കാര്യങ്ങള്, ചിഹ്നങ്ങള്, നമ്മുടെ രൂപങ്ങള്, ചിത്രങ്ങള്, വയലൻസ്, സെക്സ്, പൊർണോഗ്രഫി, നമ്മുടെ ബ്ലൂഫിലിം, നമ്മൾ കയറിയ സൈറ്റുകൾ, നമ്മൾ കണ്ട ആളുകള്, ബന്ധപ്പെട്ട വ്യക്തികള്, എല്ലാം മ്ലേച്ഛതയുടെ പാപങ്ങളും ചിഹ്നങ്ങളുമായിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമക്കളെ എന്താ സംഭവിക്കും? നമ്മുടെ ബുദ്ധിയുടെ ഈ ചൈതന്യം പ്രകാശം കെട്ടുപോകും. നമ്മൾ ഈ സത്യം തിരിച്ചറിയണം. ഈ ബുദ്ധി പ്രവർത്തിക്കാതാകുന്നതിന്റെ കാര്യം കൊണ്ടാണ് നമ്മുടെ വഴികൾ അടഞ്ഞു പോകുന്നത്, വരുമാന മാർഗങ്ങൾ കുറയുന്നത്, നമ്മളുടെ മക്കൾക്ക് വഴി തെറ്റിപ്പോകുന്നത്, ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നത്. കാരണം നാം കണ്ണടച്ചാൽ മ്ലേച്ഛത മാത്രമേ നമ്മൾക്കൊരു കാലത്ത് നമ്മുടെ ബുദ്ധിയിലുണ്ടായിരുന്നുള്ളൂ. അത് ശത്രു വിതച്ച കളയാണ്. അതാണ് നമ്മുടെ ബുദ്ധിയുടെ നൈർമല്യം കെടുത്തിക്കളഞ്ഞത്. മക്കൾ, ഇത് തിരികെ പിടിക്കണം. നമുക്കൊരു സുവാർത്തയുണ്ട്, നമുക്കൊരു സുവിശേഷമുണ്ട്. എന്താണ് ആ സുവിശേഷം എന്നറിയാമോ? എന്റെ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം പിഴുതുമാറ്റപ്പെടും, പിഴുതെറിയപ്പെടും. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. മക്കളെ, ഇതുവരെ ഏതെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ കളകൾ വിതച്ച് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പിതാവിനോട് പ്രാർത്ഥിക്കണം. പിതാവേ, നീ നട്ടതല്ലാത്ത കളകളെല്ലാം ഈ സുവിശേഷ എന്നിൽ, ഈ വചനം എന്നിൽ ഇന്ന് അന്വർത്ഥമാകണം, പിഴുതു മാറ്റപ്പെടണം, എന്റെ ബുദ്ധി തെളിയണം. അപ്പോഴാണ് ഈ പുതിയ കൃപ നമുക്ക് കിട്ടുക. ഈ പുതിയ കൃപ ഇതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, IQ, EQ, SQ, ഇന്റലിജൻസ്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുണ്ട്. അതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എടുക്കുക. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ദാനം ബൈബിൾ പറയുന്നേ? എത്ര ദാനങ്ങളുണ്ട്?
7 ദാനങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ. അതാണ് ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ദൈവഭക്തി, ആത്മധൈര്യം, ദൈവഭയം. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു പറയുമ്പോൾ ഇതിന്റെ പേരാണ് IQ. നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ബുദ്ധി വളരാൻ തുടങ്ങും. നമ്മുടെ ബുദ്ധി പ്രകാശപൂരിതമാകും. ഇത് ഒരു 10% നമുക്കുണ്ടെങ്കിൽ നമ്മൾ പത്തനംതിട്ടയിലെ നമ്പർ 1 ആകും. നമ്മുടെ അല്ല, പരിശുദ്ധാത്മാവിന്റെ 10%. ഇതൊരു 15% ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിലെ നമ്പർ 1 ആകും. ഇതൊരു 25% കിട്ടിയ ലോകത്തിലെ നമ്പർ 1 ആകും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, IQ. This is all about Christian life. നമ്മളത് മനസ്സിലാക്കണം. ഇനി എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ? എന്തൊക്കെയാണ്? വൈകാരികമായ പക്വത എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മുടെ ഇമോഷണൽ കോഷ്യൻസ് എന്ന് വെച്ചാൽ നമ്മുടെ സമാധാനം, നമ്മുടെ സ്നേഹം, നമ്മുടെ സന്തോഷം, നമ്മുടെ ആത്മധൈര്യം, നമ്മളുടെ എന്താണ് ആനന്ദം, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സമാധാനം, ക്ഷമ, സ്നേഹം. ഈ ജീവിതാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ മാനസിക നിറവും തരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. 9 ഫലങ്ങൾ. ഇതാണ് ഇമോഷണൽ കോഷ്യൻസ്. ഇത് 10% കിട്ടിയാൽ നമ്മള് ലോകത്തിലെ 10% പത്തനംതിട്ടയിലെ ടോപ്പാവും. എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങോട്ട് വരും. നമ്മളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ സംസാരം നിർത്തുകയല്ല, നമ്മുടെ സാന്നിധ്യം ആളുകൾ ഇഷ്ടപ്പെടും. നമ്മളിൽ നിന്നൊരു പോസിറ്റീവ് എനർജി തോന്നും. നമ്മുടെ മനസ്സിലെ ഒരു തുറവി, ഹൃദയത്തിന്റെ ഒരു നന്മ, സ്നേഹം, കൂട്ടായ്മ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളൊക്കെ വന്ന് ചുറ്റും കൂടി ഡാൻസ് കളിച്ച് പോയി വലിയ അഭിഷേകമായി, വലിയ അനവധികാരി. ഇതാണ് ഇമോഷണൽ കോഷ്യൻസ്. മക്കളെ, ഇതിലാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കണം എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ കോഷ്യൻസ്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ഈ ആനന്ദം, സമാധാനം, സ്നേഹം, ക്ഷമ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം, ഇങ്ങനൊരു ഹൃദയ നിറവ് നമുക്കുണ്ടാകാൻ, ഈ EQ, ഇമോഷണൽ കോഷ്യൻസ് നമുക്കുണ്ടാകാൻ, ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്ലീഹ പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കഷ്ടതകൾ സഹിക്കാൻ പഠിക്കണം. കഷ്ടതകൾ സഹിക്കാൻ പഠിക്കണം. റോമർ 5:4 പറയുന്നുണ്ട്. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മർമ്മം. പലപ്പോഴും നമ്മൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം, നമ്മുടെ ഒരു പോരായ്മയെന്നോ നമ്മൾ വളരാത്തതിന്റെ കാര്യം, ഈ സഹനത്തോടും കഷ്ടപ്പാടുകളോടും നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കും. ഇത് നമ്മളെ വളർത്തുന്ന ഒരു വലിയ കാര്യം. ഞാൻ എന്റെ ജീവിതത്തിലെ ഈ ഒരു പ്രധാനം നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടായിരിക്കണം എന്ന് വരും. എന്നാലും ഒന്നുകൂടെ പങ്കുവെച്ചേരൊക്കെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ബുദ്ധി പ്രകാശിച്ചിരിച്ചിട്ട് കുറഞ്ഞു വരുന്നത് കൊണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരിക്കല് വികാരിയായിട്ടിരുന്ന കുളത്തൂപ്പുഴ പള്ളി. അപ്പൊ ഈ കുളത്തൂപ്പുഴ പള്ളിയിലെ വികാരിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു അച്ഛന്മാര് ഒരു 5-6 പേരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചുകൂടി ഒരു ഷട്ടിൽ കളിക്കാനാണ് വേണ്ടിയിരുന്നത്. അപ്പൊ ഷട്ടിൽ കളിച്ചു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കളിക്കുന്നതിനേക്കാളും കളിക്കുന്ന അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെന്നെ ഇട്ട് കുറെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് കൂടുതലൊന്നും ഓടിക്കഴിഞ്ഞാൽ കാലിന്റെ വലതുകാല് നമുക്കൊന്നും തിരിയുന്നത് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. പിന്നീട് എനിക്ക് കാല് അങ്ങോട്ട് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല. മറ്റേ കാലിനുള്ളത് പോലെ സ്പ്രിങ് ആക്ഷൻ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പറ്റില്ല. പക്ഷെ വേദനയൊന്നുമില്ല വേണം. അപ്പോഴാണ് കാലിന്റെ ടെൻഡ് റപ്ചർഡാണ്. അത് പുതിയ നരമ്പ് അതങ്ങോട്ട് പൊട്ടിപ്പോയി. അപ്പൊ എന്നെ അങ്ങനെ
ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വേദന ഇല്ലാത്തതുകൊണ്ട് ഇത് കൊണ്ടു നടന്നു. പക്ഷേ കാലിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാനേ പറ്റുന്നുള്ളൂ. കാലില് പിന്നെ ബുദ്ധിമുട്ടാണ് സ്പീഡായിട്ട് നടക്കാൻ. അങ്ങനെ 5 ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞു, ഒരു ദിവസം കഴിഞ്ഞതുകൊണ്ട് പക്ഷേ ഇതിങ്ങനെ ചുരുങ്ങി മുകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്, നല്ലൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് വേണം അത് താഴ്ച എടുത്ത് കൂട്ടിക്കെടുത്തരാൻ. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, പെട്ടെന്ന് കെട്ടിത്തരണം. കെട്ടിയിട്ട് പെട്ടെന്നൊന്നും പോകാൻ പറ്റിയല്ല, ഇത് പോലെ കാലിങ്ങനെ വളച്ചിടണം, 1 മാസം കിടക്കണമല്ലോ. ഞാൻ പറഞ്ഞു, ഈ മദ്യവേനയുടെ അവധിയിൽ 1 മാസം ഇതിങ്ങനെ കിടക്കുന്ന കാര്യം ഡോക്ടർ വീട്ടിൽ കുറയ്ക്കാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും, ഇതില്ലാതെ. ഞാൻ പറഞ്ഞെന്ന് വെച്ചതോളാൻ പറഞ്ഞു. അങ്ങനെ പോലെ അതങ്ങനെ പ്ലാസ്റ്ററൊക്കെ ഇട്ടില്ല. ഞാൻ പറഞ്ഞ കർത്താവ്, ഈ മദ്യവേനൽ അവധിക്ക് ഈ ഫുൾ പ്ലാസ്റ്ററൊക്കെ ഇടാനായിട്ട് നീ ആരെയും അനുവദിക്കരുത്. കാരണം ഈ ചൂടത്ത് ഒന്ന് ചൊറിയണമെന്നുണ്ടെങ്കിൽ പോലും വലിയ പാടാണ്. ഈർക്കിലൊക്കെ ഇട്ട് ഇതിനകത്ത് പ്ലാസ്റ്റർ വലിയ പാടാണ്. അതുകൊണ്ട് ഇങ്ങനൊന്നും പറഞ്ഞു. അതിങ്ങനെ തിരികെ വന്നപ്പോൾ ഇടവകയിലൊരു വലിയ അടക്കം നടന്നു. നല്ല അടുത്തുള്ള ഒരു കുടുംബത്തിലെ ഒരു അമ്മച്ചി മരിച്ചു. ഈ അമ്മച്ചിയെ അടക്കാൻ വേണ്ടി കൊണ്ടുപോയി വലിയൊരു കുഴിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു മലയിലാണ് ഈ ചെമത്തി, താഴെയാണ് പള്ളി. ഞാൻ കഷ്ടപ്പെട്ട് കലുവിയാത്ത ഞാനിങ്ങനെ ഒരാളുടെ സഹായത്താൽ പിടിച്ച് അവിടെ കയറി. അവിടെ ചെന്നപ്പോഴാണ് ഈ കുഴിയൊക്കെ ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കി, ഇത്രയും വലിയ കുഴി വേണം എന്ന് കരുതി എത്തി ഈ കുഴിയിലോട്ട് നോക്കിയതാണ്. ഇടത്ത് വെച്ചതൊരു ചെറിയ കുഴി ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. അതിനകത്തോട്ട് ഞാനത് വീഴും. അപ്പൊ എന്റെ ഇടത്തെ കാല് അതിന്റെ ലിഗ്മെന്റ് അനുഭവത്തിൽ പോയി. അപ്പൊ അത് മുട്ടുഭാഗത്ത് വെച്ചു. വീണ്ടും എന്നെ ആൾക്കാർ കൂടിയെടുത്ത് ധ്യാനിച്ചാൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഈ അച്ഛൻ തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം? അച്ഛൻ ഞാൻ തന്നെയാണ്, കാല് വേറെ. അങ്ങനെ ആ കാല് കൊണ്ട് വീണ്ടും 1 മാസം കൂടെ. പിന്നെ മനസ്സിലായി, ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടും എനിക്ക് ഉറപ്പാക്കി. അങ്ങനെ 1 മാസം കൂടെ കഴിഞ്ഞപ്പോ പിന്നെ ഇടവക്കാരൊക്കെ ആദ്യമൊക്കെ വന്നതിന്റെ ഒരു ആവശ്യമൊന്നും ഇപ്പൊ ഇല്ല. ആദ്യത്തെ ഒരാഴ്ച കിടന്നപ്പോ ആ ഫ്ലോറിലൊക്കെ കൊണ്ട് ഇടവക്കാർ കാണാൻ വരുമായിരുന്നു, വലിയ ദൂരമില്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ ആഴ്ച വന്നപ്പോഴത്തേന് ആഴ്ചയിൽ ഒരിക്കലും 1-2 പേരൊക്കെ ആയി. അങ്ങനെ 1 മാസം കൂടെ ഞാൻ ഇങ്ങനെ പോലെ വീടൊരു ചികിത്സയൊക്കെ നേടി അവിടെ ക്ലാസ് ഇട്ടു. അപ്പൊ 2 മാസം കഴിഞ്ഞ് തിരികെ വന്നപ്പോ ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മേടയിൽ വന്നിട്ട് പറഞ്ഞു, 2 കാലും നീ കളിക്കാനും പറ്റില്ല, നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലെത്തി. നീ എണ്ണയൊക്കെ ഇട്ട് കുഴമ്പൊക്കെ ഇട്ടൊരുമാതിരിയൊക്കെ നാക്കിയൊക്കെ എടുക്കണം. അങ്ങനെ ഞാൻ ഇരുന്നപ്പോ തമിഴ്നാട്ടിൽ നിന്ന് ആര്യങ്കാവ് വഴി ഒരു കാറ്റ് കയറി വരും. വരണ്ട കാറ്റാണ്. അതാ നാട്ടിൽ എല്ലാ വർഷവും ഓരോ സമ്മാനം കൊടുക്കും. ഈ പ്രാവശ്യം കൊണ്ടുവന്നത് ചിക്കൻ ബോക്സ് ആണ്. ഇടവകക്കാർക്കൊക്കെ നന്നായിട്ട് അത് വന്നിട്ടുണ്ട്. ഞാൻ അറിഞ്ഞു. ഞാൻ വിചാരിച്ചു, കാല് വയ്യ എന്ന കാരണത്താൽ അതിനെ വീട്ടിൽ പോകണ്ടല്ലോ, പ്രാർത്ഥിക്കൊന്നും വേണ്ട, ഇവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ ആരെയും ശല്യം ചെയ്യാതിരുന്ന ഞാൻ, പക്ഷേ ഈ ചിക്കൻ ബോക്സ് വികാരി അച്ഛൻ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അനുഭവിച്ചു. ഞാൻ നോക്കിയപ്പോ ഇടവക്കാർക്ക് കുറച്ചു പേർക്കൊക്കെ കയ്യിലും കാലയിലൊക്കെ എനിക്ക് വന്നതെല്ലാം കൂടെ മുഖത്താണ്. അങ്ങനെ ഞാൻ ഈ വേപ്പലയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രക്തചന്ദനമൊക്കെ പുരട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ ആളുകൾ വന്ന് എന്തെങ്കിലും കഞ്ഞിയോ എന്തെങ്കിലും അപ്ലോ പറഞ്ഞൊക്കെ തരും. തിരിഞ്ഞു നോക്കാനാറില്ല. പാവപ്പെട്ട ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവന്ന് അടുക്കളയുടെ അവിടെ കൊണ്ടുവച്ചിട്ട് പോകും. എന്നിട്ട് ദയനീയമായിട്ട് അമ്മച്ചി എന്നെ ജനലിക്കൂടെ നോക്കിയിട്ട് എന്നെ ഒന്ന് ഉപദേശിച്ചിരിക്കും, അച്ഛനെ ഏതെങ്കിലും വലിയച്ഛന്മാരെ കൊണ്ട് തനിക്ക് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലത്. അപ്പോഴാണ് എന്റെ ചിന്ത ആ വഴിക്കറിയുന്നത്. ഞാൻ ശരിയാണല്ലോ, ഇത് ഏതാണ്ട് വലിയ പീഡയാണല്ലോ. അടുപ്പിച്ചത് 3-ാമത്തെ മാസമാണ്. ആഹാ, ഇനി ഇതെല്ലാം പ്രശ്നം അതൊക്കെ ഏനക്കേട് വല്ലതും ഉണ്ടോ? ഇത് ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ ഇതെന്താ ഇതിങ്ങനെ, ഇതൊരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തന്നൂടെ? അടുപ്പിച്ചെന്താ ഇങ്ങനെ? ഒരു ഉത്തരവില്ല. അടുത്ത മാസം വീട്ടിൽ നിന്ന് ഫോൺ വന്നു, അമ്മയെ മെഡിക്കൽ കോളേജിലോട്ട് അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഊരി വരണം. ഞാൻ ഓടി ചെന്നപ്പോൾ അവർ പറഞ്ഞു RCCയിലോട്ട് കൊണ്ടുപോകണം. ഞാൻ അവിടേക്ക് ഓടി ചെന്നപ്പോഴാണ് പറയുന്നത്, ഇവിടെ
മാസം കൂടെ ഉള്ളൂ ജീവിതം. ക്യാൻസറാണ്, ഇൻഡസ്ട്രിയൽ മുഴുവൻ പ്രശ്നമാണ്. വീട്ടിൽ കൊണ്ടുവന്നത് ഞങ്ങൾ ഈ കത്തോലിക്ക വൈദികർക്കൊക്കെ ഈ വീട്ടിൽ ചെല്ലുമ്പം അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ഒരു സങ്കടമാണ്. ബാക്കി ആരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മറത്ത് അല്ലെങ്കിൽ പിന്നയില് ഒരമ്മയുണ്ടെങ്കിൽ ചെല്ലാനൊരാവേശമുണ്ട്. ഇപ്പോ വീട് വളരെ അടുത്താണ്. അവിടെ ചെന്നിട്ട് താല്പര്യമൊന്നുമില്ല, ഒരു ആരുമില്ലതാണ്. അപ്പോഴങ്ങനെ ഒരു താല്പര്യമൊക്കെ കുറഞ്ഞു. ശരിയാണ്. അമ്മ അങ്ങനെ എൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് 6 മാസം കഴിഞ്ഞു. ഒരു കാര്യം കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയാം. മക്കളെയൊക്കെ അച്ഛനാക്കാൻ വിടുന്നത്, സിസ്റ്ററാക്കാൻ വിടുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങൾ കരുതും അവരൊക്കെ പോയാൽ ഞങ്ങളെ ആരും നോക്കുമെന്ന്. കെട്ടിച്ചു വിടുന്ന ഒരെണ്ണം പോലും ഒരു തുള്ളി വെള്ളം തരുമെന്ന് കരുതരുത്. വീട്ടിൽ വേറെ 2 പേരുണ്ട്. 2 പേരും ആഗ്രഹമുണ്ട് വിദേശത്തായി പോയി. എന്റെ മടിയിൽ അമ്മ കിടന്നു. ദൈവം ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ കഷ്ടമാണ് കേട്ടോ. ഇതൊരു ഇച്ചിരൂടെ മനസ്സിനൊരു ബലമൊക്കെ പോകുന്ന പോലുണ്ട്. കർത്താവ് വേണ്ടി കേട്ടില്ല. ഇളയ പെങ്ങൾ വിദേശത്തായിരുന്നു. അളിയെ പറഞ്ഞ് അവളെ കയറ്റിവിടുകയാണ്. കിഡ്നി 2 ഫെയിലായി. അവൾക്കൊരു കുഞ്ഞുണ്ട്. 2 വർഷം അവളെ കൊണ്ട് ഈ വേദനയുടെ ദുരിത കടലിലൂടെ നടന്നു. ഒടുവിൽ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ ഒരാഴ്ചയിൽ അവളെന്റെ കൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ എന്നെ വിട്ടുപോയി. വിട്ടുപോയതിൽ സങ്കടമില്ല. പക്ഷേ ഒരു കാര്യം എന്നോട് എന്തോ പറയാനല്ല, ഒന്നിച്ച് കളിച്ചു വളർന്ന. പക്ഷെ അവളുടെ വാക്ക് എന്താണെന്നറിയുന്നതിന് മുമ്പ് അവൾ കഴിഞ്ഞു. അവളുടെ കുഞ്ഞിനെ കുറിച്ച് നല്ല സ്വപ്നമായിരിക്കും അവൾ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് കേൾക്കുന്നതിന് മുമ്പ് അവളും പോയി. ഞാൻ പറഞ്ഞു, ഇത് ഇച്ചിരി കട്ടിയാകട്ടെ. പിന്നെ കൈതൊക്കെ എടുക്കുമ്പോൾ കുർബാന ഇങ്ങോട്ട് പൂർണ്ണമാക്കാൻ പറ്റുന്നില്ല. തൊണ്ടയ്ക്ക് കുരുങ്ങുക വാക്കുകളൊക്കെ. ആളുകൾ തന്നെ വിചാരിക്കുക. പിന്നെ എന്നെ കുറിച്ച് ആളുകൾ ഞാൻ എന്തുകൊണ്ടെങ്കിലും ഭാവിയാണോ ജീവിക്കാൻ ഇങ്ങനെ പാടില്ല കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിൽ നിന്ന് അച്ഛനാണ് വിളിച്ച് ഒന്ന് കുഴഞ്ഞു വീണു. ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ഒരു ബൈപ്പാസൊക്കെ കഴിഞ്ഞ് പിന്നെ പേസ് മേക്കറൊക്കെ വെച്ച് ഇപ്പോൾ വീട്ടിലിങ്ങനെ കൂടി ഉണ്ട്. എനിക്കറിയാം ദുരിതം വീട്ടിട്ടില്ല. വീണ്ടും വരാം, ദുരിതങ്ങൾ വരാം, രോഗങ്ങൾ വരാം. അതിന് പുറകെ ഒരു പിടി സങ്കടങ്ങളുണ്ടാകാം, തകർച്ചകളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. കഷ്ടതകൾ, സഹനശീലവും ആത്മധൈര്യവും പ്രത്യാശയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യമുണ്ടായിരുന്ന മനസ്സിന്റെ വേദനയും നൊമ്പരവും പിന്നെ എനിക്കറിയത്തില്ല, തീർന്നു പോയി. മനസ്സ് മരണിച്ചിട്ടല്ല, കൂടുതൽ മറ്റുള്ളവർ വിഷയങ്ങൾ കണ്ടു നിറയുന്നുമുണ്ട്. ചില പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുമുണ്ട്. പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇത് നമ്മുടെ മനസ്സിനെ ബാലൻസ് ചെയ്യാൻ ദൈവം ഒരുക്കുന്ന ക്രിസ്തീയ സുഹൃതമാണ് സകലം. പ്രിയമക്കളെ, ഈ സുഹൃതം, ഈ കുരിശ്, ഇതാണ് നമ്മളുടെ പവർ, ദ സീക്രട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഈ കുരിശാണ് മക്കളെ. ഇതിനോടുള്ള നമ്മുടെ സമീപനമാണ് നമ്മളെ സ്വർഗത്തിൽ മിന്നാമിനുങ്ങ് പോലെ ഇരിക്കണോ അതോ നീതി സൂര്യനെ പോലെ ശോഭിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. ഈശോ പഠിപ്പിച്ചു, നീതിമാന്മാർ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഭവനത്തിൽ നീതി സൂര്യനെ പോലെ ശോഭിക്കും. അതിന്റെ അർത്ഥം നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസം ഉണ്ടാകും. അവിടെ ചെന്ന് കിയോന്ന് ഇരിക്കാം. സ്വർഗത്തിൽ ചെന്നിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് മിന്നാമിനുങ്ങളൊക്കെ ഇരിക്കാം. എന്നാൽ ചിലര് തേജസ് പോലെ എങ്ങനെയാണ് ഇത് ചെയ്തത്? സഹനത്തോടുള്ള നമ്മളുടെ സമയം
വാക്യം. ഒരച്ഛൻ അത് പറഞ്ഞു, അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരച്ഛൻ വിദേശത്ത് ചെന്നപ്പോഴാണ് പ്രശ്നം. വിദേശത്ത് ചെന്നപ്പോൾ അച്ഛന്റെ ജീവിതത്തിൽ ഒരു ഫാമിലി അച്ഛനെ വിളിച്ച് ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഒരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട് അടുത്തിരിക്കുക. അപ്പോഴാണ് ചേട്ടൻ അവൻ 6ാം ക്ലാസ്സിൽ, അനിയൻ 4ാം ക്ലാസ്സിൽ. 6ാം ക്ലാസ്സുകാരൻ പെട്ടെന്ന് ഭക്ഷണം കൂടെ എടുക്കുന്ന സമയത്ത് ഒരു തുമ്മല് അനിയനോട്. നോൺസെൻസ്. അപ്പോഴത്തേന് അപ്പൻ അങ്ങനൊന്നും പറയരുത്. അമ്മ പറഞ്ഞു ഡോണ്ട് ഡു ദാറ്റ്. വീണ്ടും ഈ ചേട്ടന് തുമ്മലല്ലേ, ഇത് വന്നു കഴിഞ്ഞാൽ തുമ്മാതിരിക്കാൻ പറ്റൂ. വീണ്ടും ഒരു തുമ്മലൂടെ അവൻ ചാടി എഴുന്നേറ്റു, പൊട്ടിത്തെറിച്ചു. അങ്ങനെ അവിടൊക്കെ തുമ്മണമെങ്കിൽ പ്രത്യേക രീതിയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പോലെ പെട്ടെന്നൊന്നും തുമ്മാൻ പറ്റിയല്ല, പെട്ടെന്നൊന്നും ചുമയ്ക്കാനൊന്നും പറ്റിയല്ല. അവിടെ തുമ്മണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു 90 ഡിഗ്രി ചരിഞ്ഞ് ഒരു നാപ്കിനൊക്കെ എടുത്ത് മുത്തി മെല്ലെ ശബ്ദം കേൾപ്പിക്കുന്ന സമയത്ത് സോറി വീണ്ടും അതിനൊക്കെ പ്രത്യേക രീതി ചാടി കയറിയെന്ന് പറഞ്ഞ് തുമ്മാൻ പറ്റില്ല. സഹിഷ്ണുതയിൽ ഇതൊന്നും പറ്റിയല്ല അവിടെ ഒന്നും. നമ്മുടെയൊക്കെ നാട്ടിൽ കുഴപ്പമൊന്നുമില്ല. ആർക്കൊരു സമയം നോക്കണമെന്നുണ്ടെങ്കിൽ അവർ വാച്ചില്ലെങ്കിൽ നമ്മുടെ കൈ എടുത്ത് കോഴിയുടെ കഴുത്ത് പിരിക്കുന്ന പോലെ ഒരു പിരിച്ച് നോക്കിയിട്ട് തള്ളിക്കളയും. ചോദിക്കാനില്ല. നമ്മുടെ നാട്ടിലൊക്കെയുള്ള സഹിഷ്ണുത. പണ്ടൊക്കെയല്ലേ 10 മക്കള് 5 മക്കള് 8 മക്കള് ഒരുദിനം പനിയാ പറച്ചിങ്ങനെ കിടക്കുക. മൂത്തമെന്ന് പറയാം, അപ്പാ അവന് പനിയാന്നാ തോന്നുന്നത്, അവിടെ വിറയ്ക്കും. അവനവിടെ കിടന്ന് വിറക്കട്ടത്. കുറച്ച് കഴിയുമ്പോ ഈ പറച്ചവൻ എഴുന്നേറ്റ് പൊക്കോളും. എന്ത് ചെയ്യും? അവരിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇന്നാരെങ്കിലും ഒന്ന് ഒരെണ്ണത്തെ ഒരു ആകപ്പാടെ 120 ഗ്രാമേ ഉള്ളൂ. ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ വിറയ്ക്കാതെ തുമ്മാതെ എവിടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പൊന്നെ പൊടി തേനെ പാല് ചക്കര പഞ്ചാര പാല് കൊണ്ടുപോകണം. ഇതാണ് 16 വയസ്സ് എന്ന് പറയുന്നത്. മാറയ്ക്ക് തള്ളയങ്ങോട്ട് ഞാൻ നോക്കട്ടെ, ഇത് ഞാൻ കൊണ്ടുപോകണത്. സഹിഷ്ണുത ഇല്ല, വിൽ പവർ ഇല്ല, ഹൃദയത്തിന്റെ ഇമോഷണൽ കോഷ്യൻസ്. മക്കളെ ഇതെങ്ങനെ കിട്ടുക? അതുകൊണ്ടാണ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന സഹിഷ്ണുത, ടോളറൻസ്. ഇതെങ്ങനെയാ വരിക? ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗം. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? അതാണ് പരിശുദ്ധാത്മാവ്. ഇതെങ്ങനെയാണ്? ഈശോ എന്ന് നമുക്കറിയാം 4 മതങ്ങളിലും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു പേരാണ് ഈശോയുടെ പേര്. യഹൂദമതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും, എന്തിന് ഹൈന്ദവ മതത്തിൽ പ്രജാപതി. ഈ ഈശോ അവന് എങ്ങനെയാണ് ഈ പേഴ്സണാലിറ്റി? നമുക്കറിയാം കുരിശ് മരണത്തില് അവന്റെ ശരീരം അടിച്ചു തറച്ച് കഴിക്കൊരു പട്ടിക ആഞ്ഞടിച്ച് തറയ്ക്കുന്നവർ തറച്ചു തൂക്കിട്ടിരിക്കുക. സ്വന്തം പെറ്റ തള്ളയുടെ മുമ്പിൽ നഗ്നനായിട്ട് അവൻ കിടന്ന് വില്ലുപോലെ വളയുകയാണ്. ആസുരതയുടെ വേട്ടപ്പട്ടിയുടെ മനസ്സുമായിട്ട് പടയാളികൾ അവന്റെ മേൽ തല്ലിച്ചതച്ച് കുത്തി നുറുക്കി അവന്റെ രൂപം കിടന്ന് പടയ്ക്കുക. 3 നാണിയിൽ ഈ 70 കിലോ ഭാരമുള്ള ശരീരം തൂങ്ങിക്കിടക്കെന്ന് പറയുന്നത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നില്ല. പേർഷ്യക്കാരിൽ നിന്ന് റോമാക്കാർ കടമെടുത്ത കുരിശുമരണം. കുറ്റവാളിയുടെ രക്തം ഭൂമിയിൽ വീണാൽ മണ്ണ് പോലും അശുദ്ധമാകും. അതുകൊണ്ട് അവനെ എറിഞ്ഞു കളയണം. ആകാശത്തിലെ കഴുകന്മാർ അവന്റെ തോളിൽ വന്നിരുന്ന് കണ്ണ് കുത്തിപ്പറിക്കണം. ഭൂമിയിലെ ചെന്നായ്ക്കൾ അവന്റെ മാംസം തുടയിൽ എല്ലിൽ നിന്ന് വലിച്ച് എടുക്കണം. ഇതാണ് ഈ ഭീകരമായ മരണം. ആ ഒരവസ്ഥയിൽ കിടന്ന് പടയുന്ന യേശു അപ്പോഴും അവന്റെ EQ, ഇമോഷണൽ കോഷ്യൻസ്, അവന്റെ മനസ്സിന്റെ സാന്നിധ്യം വിട്ടുപോകുന്നില്ല. അവൻ വേട്ടപ്പട്ടിയുടെ മനസ്സും അലറുന്ന ആളുകളെ നോക്കിയിട്ട് പറയാം, പോട്ട് പിതാവേ, അറിവില്ലാത്തോണ്ടാണ് അവർ ചെയ്യുന്നത്, അവർ നിന്ന് അറിയുന്നില്ല, ക്ഷമിക്കണം. ഇത്ര സ്നേഹം, ഇത്ര ആനന്ദം, ഇത്ര സമാധാനം ഭൂമിയിലെ ഏത് ദൈവത്തെ നിങ്ങൾ കണ്ടുമുട്ടാൻ പറ്റും? നിങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും ദൈവത്തെ ഈ കുരിശിൽ നിന്ന് പ്രതിഷ്ഠിച്ച് നോക്കുക. ഇതുപോലുള്ള വ്യത്യാസം അറിയാം.
നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ദൈവത്തെ ഈ കുരിശിൽ, ഈ വേദനയുടെ നടുക്കിടയിൽ ഒന്ന് പ്രതീക്ഷിച്ചു നോക്കിയേ, അവരെങ്ങനെ പ്രതികരിക്കുമെന്നറിയാം. ദൈവമേ, ഈ പാവങ്ങൾ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, ക്ഷമിച്ച്. ലോകത്തിലെ ഏറ്റവും ഭയാനകമായ വേദനയിലും ക്ഷമിക്കുന്ന, ദയുള്ള, നന്മയുള്ള, ആത്മസംയമനമുള്ള, വിശ്വസ്തതയുള്ള, സൗമ്യതയുള്ള ഒരു ഈശോ. മക്കളെ, ഇതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കിത്. കാരണം ഈശോ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിക്കപ്പെട്ടവനാണ്. ഈശോ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ മരുഭൂമിയിലൂടെ നടന്നവനാണ്. ഈശോയിൽ യോർദാന്റെ മുന്നിൽ അവൻ മുട്ടുമടക്കിയപ്പോ, യോഹന്നാന്റെ മുമ്പിൽ മുട്ടുമടക്കിയപ്പോ ഈ ആത്മാവിന്റെ നിറം അവന് കിട്ടി. താബോറിന്റെ നിറകിൽ അവന്റെ ശരീരം മുഴുവൻ തേജസ്സായത് ഈ ആത്മാവിന്റെ തേജസ് കൊണ്ടാണ്. മക്കളെ, അവന്റെ വാക്കിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതൊക്കെ പറയാൻ കാര്യം ഈ ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യം. അതുകൊണ്ടാണ് അവന് സംയമനമെല്ലാം കൈവന്നത്. അതുകൊണ്ടാണ് അവന്റെ ആരോട് അവന് കലഹിച്ചുകൊണ്ട് വന്നാലും ശാന്തമായിരുന്നു. ഞാൻ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ അറിയാൽ എന്നെ നിന്ന് പഠിക്കുകയും. മക്കളെ, ഈ ഒരു ശാന്തത, പേഴ്സണാലിറ്റി. നമ്മുടെയൊക്കെ മക്കള് ഈ ജീവിതത്തിൽ തകർന്നു പോകുന്നതിന്റെ കാര്യം, നമ്മുടെ മക്കള് പലയിടത്തും പോയി CV കൊടുത്ത് ബയോഡേറ്റയും കൊടുത്തിട്ട് ഇങ്ങനെ ജോലിക്ക് അന്വേഷിച്ച് നടക്കുക. അവർ നോക്കിയിട്ട് പറയും കുഴപ്പമില്ലായിരുന്നു, 1 മാസം നോക്കട്ടെ. 1 മാസം നോക്കിയിട്ട് പറയും വേണ്ട കേട്ടോ, അപ്പൊ ജോലിയില്ല. 3 മാസം കൊണ്ട് ഗൾഫിൽ നടക്കുക, ജോലിയില്ല, തിരിച്ചു വരിക. എന്താ കാര്യം? ഇമോഷണൽ കോഷ്യൻസ്. ഈ മനസ്സിൽ ഈ നിറം അനുഭവിക്കാൻ പറ്റുന്നില്ല. അവര് ആളുകളെ തിരക്കി നടക്കുക, ആളുകൾ അവരെ തിരക്കി വരുന്ന ഒരവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ ഉയർത്തണം. മക്കളെ, നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതൊരു 10% ഉണ്ടെങ്കിൽ നമ്മൾ പത്തനംതിട്ടയിലെ ടോപ്പാണ്. 15% ഉണ്ടെങ്കിൽ കേരളത്തിലെ ടോപ്പാണ്. 20% ഉണ്ടെങ്കിൽ നമ്പർ 1 വേൾഡ്. ഇതാണ് ഇമോഷണൽ കോഷ്യൻസ്. ഇനി SQ, സ്പിരിച്വൽ കോഷ്യൻസ്. അതിന് 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒന്ന് CQ, ക്രിയേറ്റിവിറ്റി കോഷ്യൻസ്. 2 AQ, അഡ്വേഴ്സിറ്റി കോഷ്യൻസ്. ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഇതാണ് ആത്മശക്തി, അതാണ് ക്രിയേറ്റിവിറ്റി കോഷ്യൻസ്. നമുക്ക് എന്ത് കാര്യങ്ങളും, പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ജീവിതത്തെ വരങ്ങൾ എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ് നമ്മുടെ IQ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ് നമ്മുടെ EQ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാണ് നമ്മുടെ SQ, സ്പിരിച്വൽ പവേഴ്സ്. എന്നുവെച്ചാൽ വിസ്ഡം. എന്താണ് വരങ്ങൾ? ജ്ഞാനത്തിന്റെ വരം, അറിവിന്റെ വരം, വിശ്വാസത്തിന്റെ വരം. മലകളെ മാറ്റാൻ പറ്റുന്ന വിശ്വാസം. ഇതിരിത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ ഓടിക്കൂടും ഇങ്ങോട്ട്. രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, പ്രവചനവരം, പ്രഘോഷണവരം, ഭാഷാവരം, വ്യാഖ്യാനവരം. മക്കളെ, ഇതൊരു 10% ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ടോപ്പിൽ പറഞ്ഞത്. ഇതൊരു 15% ഉണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ ഓടിക്കൂടും. ഇത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ വരങ്ങൾ കൊണ്ടെന്ന് അറിയണം. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്. നമ്മൾ ഈ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ തെക്കോടൊക്കെ വിട്ടാൽ ജ്ഞാനം കിട്ടുമെന്ന് ആലോചിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ യഹോവ ഭക്തിയിൽ വളർത്തണം. അതാണ് ജ്ഞാനത്തിന്റെ. ഇതിനാണ് അതുകൊണ്ടാണ് ബൈബിളിലെ 7 പുസ്തകങ്ങളെ കുറിച്ച് ഗ്രന്ഥകാരന്മാർ പറയും ഇത് വായിച്ചാൽ ഈ ജ്ഞാനം കിട്ടും. ജ്ഞാനത്തിന്റെ പുസ്തകം, പ്രഭാഷകൻ, സഭാപ്രസംഗൻ, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, ജോബ്, പുതിയ നിയമം. ഈ 7 പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഈ ദൈവത്തിന് ജ്ഞാനം വന്നെന്ന് പറയും. ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തെ ഉയർത്തും. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, നമ്മൾ നല്ല ആളുകളൊക്കെ ഇല്ലേ, ഇതൊന്നും വായിക്കാത്ത ആളുകളൊക്കെ ഇല്ലേ? ശരിയാ, നമ്മൾ നല്ലവരായിരിക്കാം, ഇതൊന്നും വായിക്കാതെ തന്നെ ജീവിക്കുന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അവരെടുക്കുന്ന 9 തീരുമാനങ്ങൾ നല്ലതായിരിക്കാം. ഒരു തീരുമാനം അത് അവരുടെ ജീവിതത്തെ തകർത്തവർ.
ഇതാണ് ലോകത്തിന്റെ അറിവും ദൈവത്തിന്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ദൈവജ്ഞാനം വരുന്നവൻ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കണം, അവന് തെറ്റു പറ്റുകയില്ല. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രത്തിൽ നയിച്ച ഇന്ദിരാഗാന്ധി വളരെ ശക്തിയുള്ള അയൺ ലേഡി ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഈ ഇന്ത്യ മുഴുവൻ നയിച്ച വലിയൊരു ശക്തിയായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? എല്ലാ തീരുമാനങ്ങളും എടുത്തെടുത്തെടുത്ത് പോയി. അവസാനം ഒരു തീരുമാനം അതിൽ തെറ്റിപ്പോയി. എന്താണത്? സുവർണ ക്ഷേത്രത്തിലേക്ക് സൈന്യത്തെ അയച്ചു. She sent the army to the Golden Temple. ആ ഒരു തീരുമാനം മക്കളെ തകർന്നു, ഭർത്താവിനെ തകർന്നു, ജീവിതത്തില് തകർന്നു പോയി. ഈ ഒരു തീരുമാനമാണ് ആ കുടുംബത്തെ തകർന്നു. നല്ല മനുഷ്യൻ, നല്ല തീരുമാനം, ലോകത്തിന്റെ അറിവ്, കാര്യങ്ങൾ, പ്രായോഗികത എല്ലാം ഉണ്ട്. പക്ഷെ ഒരു തീരുമാനം, അതിന്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട്. അബോർഷൻ, ഭ്രൂണഹത്യ നിയമവിധേയമാക്കി ഇതിൽ അവതരിപ്പിച്ചു. അടിവയറ്റിൽ വെടിയേറ്റ് മരിക്കേണ്ടി വന്നു. ഒരു പാപത്തിന് ഒരു അനന്തരഫലമുണ്ട്, പാപത്തിന് ഒരു പരിണിത ഫലമുണ്ട്. ഏത് പാപത്തിനും ഒരു പരിണിത ഫലമുണ്ട്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ നല്ല മനുഷ്യരായിരിക്കും, നല്ല തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ ഈ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം, അറിവ് മക്കളെ നമ്മൾ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു ഉയർപ്പുണ്ടാവും, ഒരു എഴുന്നേൽപ്പുണ്ടാവും, ഒരു ഐശ്വര്യം ഉണ്ടാവും. നമ്മളെ ദൈവം ഈ ഭൂമിയിൽ അനുഗ്രഹിച്ചുയർത്താൻ ആഗ്രഹിക്കുന്നത് ഈ ആത്മശക്തിയുള്ളവരായിട്ടാണ്, ആത്മനിറവുള്ളവരായിട്ടാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈശോ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഭാവികളായ എന്നിട്ട് നമ്മളെ രക്ഷിച്ചോ? പാപത്തിൽ നമ്മളെ രക്ഷിച്ചോ? കള്ളം പറയുന്നു. പണ്ട് ചേച്ചി പറഞ്ഞ പാപം തന്നെയോ ഈ പെഴുക്കുമ്പത്താറ് ചേച്ചി പറയുന്നേ? കള്ളം പറഞ്ഞിട്ടുണ്ട്, നുള്ളിയിട്ടുണ്ട്. മാതാപിതാക്കളനുസരിച്ച് 97 വയസ്സുള്ള അപ്പാപ്പൻ ഇപ്പം എന്ന് പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് പറഞ്ഞത് അതേ പാപം തന്നെയല്ലേ ഇപ്പോഴും വന്നു? ഇപ്പോഴും അതേ പാപം തന്നെയല്ലേ ചെയ്യുന്നേ? പിന്നെ എങ്ങനെ പറഞ്ഞ ഈശോ പാപത്തിൽ നമ്മളെ മോചിച്ചു? നമ്മുടെ വിശ്വാസം. മറ്റൊരു ചോദ്യം, നമ്മൾ ഈ സ്വീകരിക്കുന്ന ഈ വിശുദ്ധ കുർബാന, കത്തോലിക്കന്, ക്രിസ്ത്യൻ, ഓർത്തഡോക്സ്, നമ്മൾ സ്വീകരിക്കുന്ന ഓസ്തിയിൽ ഈശോ ഉണ്ടെന്നാണ് അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ അവർ ഉത്തരം പറഞ്ഞാൽ അതിനകത്ത് ഈശോ ഉണ്ടോ ഇല്ലയോ? ഈശോ ഉറപ്പാണ്. ഞാനിതൊന്നും വിശ്വസിച്ചിരുന്ന ആളാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇത് ഉണ്ടെങ്കിൽ ഈ കഴിക്കുന്ന ഈശോയുടെ എന്തെങ്കിലുമൊക്കെ സ്വഭാവം നമ്മൾ കാണുന്നില്ല. ഉദാഹരണത്തിന് നമ്മള് 24 മണിക്കൂർ അല്ല, ഒരു ദിവസം ഒരു 1/4 കിലോ മൂലിയിറച്ചി, പോത്തിറച്ചി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ മതി. ഒരു 2 വർഷത്തിനകത്ത് പിടിക്കും. ലഡുവും ജിലേബി മാത്രം ചായയുടെ കൂടെ മതി. എന്നാ പിടിക്കും? അപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങള്, പെൺകുട്ടികള്, അവര് ചീസും ബട്ടറും മാങ്ങയും മാത്രം ഇങ്ങനെ കഴിക്കുന്നുള്ളൂ. എന്നാ വരും? മുഖത്ത് കുരു വരും, മുഖത്ത് വരും, ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് ഭാര്യയില്ല, എന്നാ ഒരു ചായ കുടിച്ചേക്കാം. അപ്പൊ നമ്മളൊരു പാട്ട ഇരിക്കുന്നത് കൊള്ളാമല്ലോ, പാട്ടയ്ക്കകത്ത് ഒരു പീസ് കേക്കിരിക്കുന്നു. എടുത്തൊരു കടിച്ച് ഇറക്കിയപ്പോഴും മനസ്സിലായത് ഇത് എലിവിഷമായിരുന്നു. നീ പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? അയ്യോ സോറി ഞാൻ അറിഞ്ഞില്ലായിരുന്നു, പറഞ്ഞ കഥയുണ്ടോ? എന്നാ പറ്റും? ഗ്ലൗസ് ഇട്ട് തരും, കുരിശ് പിടിപ്പിക്കും, നോക്കി പഞ്ഞി വെക്കും, ഷൂ ഇടും, കിടത്തും, പാട്ട് പാടിത്തരും, എല്ലാം പറയും.
അല്ല ഇത് കഴിഞ്ഞ് അയ്യോ സോറി കേട്ടോ ഞാൻ അറിഞ്ഞില്ല പറഞ്ഞില്ലാതെ ഉണ്ട. അപ്പൊ നമ്മൾ എന്ത് കഴിച്ചാലും അതിനൊരു റിയാക്ഷൻ ഉണ്ട് അല്ലേ? എന്ത് കഴിച്ചാലും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അപ്പത്തിനകത്ത് ഈശോ ഇല്ല. എന്നിട്ട് നമ്മില് ഈശോയുടെ ഒരു ഗുണവും കാണുന്നില്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എടാ ഇത് എന്ത് കഴിച്ചാലും ഒരു റിയാക്ഷൻ ഉണ്ടാവേണ്ടിയാ. ഒരാൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഈ അച്ഛൻ ഉയർത്തുന്ന ഈ അപ്പത്തിന് ഇത് സ്വീകരിച്ചോണ്ട് പോയ തെയ്യാമ്മച്ചേടത്ത് സ്വീകരിച്ച അപ്പത്തിന് ഭാരത്തിൽ വ്യത്യാസമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, ഭാരത്തിൽ വ്യത്യാസം അല്ല അച്ഛാ. അച്ഛൻ്റെ പുഷ്പം പോലെ ഉയർത്തുന്ന ഞങ്ങളുണ്ട്. പക്ഷെ ആ ചേർത്തി വന്നോ നിൽക്കും, പിന്നൊരു സ്വീകരണോ, പിന്നൊരു പോക്കും, ഇത് കൊണ്ടൊന്ന് എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി ഇതമ്മ വലിയ വ്യത്യാസം എന്നതില്ല. പക്ഷെ എന്നാ ഈശോയ്ക്ക് എന്നാ ഭാരമാണ് അതോ? പക്ഷെ സ്വഭാവം ഒട്ടും ചെയ്യാന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അപ്പത്തിനകത്ത് ഈശോയില്ല. വിശ്വസിക്കുന്ന ഇപ്പം വിശ്വസിച്ച് തുടങ്ങിയിട്ട് വിശ്വസിക്കുന്നത്. എന്നാൽ പിന്നെ വേറൊരു വിഷയമായിരിക്കും. നമ്മൾ ഡെഡ് ബോഡി ഇങ്ങനെ കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിരിക്കുക. ഈ ഡെഡ് ബോഡിക്ക് വായിക്കകത്ത് നമ്മൾ കുറെ ബിരിയാണി തിരികെ കയറ്റി വെച്ച് വല്ല റിയാക്ഷൻ ഉണ്ടാകുമോ? ഈ ഡെഡ് ബോഡിന് മുമ്പ് നമ്മൾ നല്ല ഒന്നാന്തര സൂപ്പ് ഇങ്ങനെ അങ്ങനെ കട്ടു കോർത്തുകൊണ്ട് നല്ല മണ സൂപ്പ് കൊണ്ടുവച്ചത് ഡെഡ് ബോഡി കഴിക്കുമോ? ഒരു കിടക്കോ? ഈ ഡെഡ് ബോഡിയുടെ നാവിലോട്ട് നമ്മൾ ഒരു പീസ് എലിവേഷൻ കൊണ്ട് വെച്ച് കൊടുത്തു, വല്ലാതെ ഉണ്ടോ? എന്നാ പിന്നെ ഇതായിരിക്കും സമ്മതിച്ചല്ലോ. നാണമില്ലാത്ത നമ്മളെല്ലാവരും മക്കളെ, നമ്മള് ഈശോയുടെ മുമ്പില് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, യഥാർത്ഥത്തിൽ ഈശോയുടെ മരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെയാണ് നമ്മുടെ ശ്രദ്ധ. It is to give you the Holy Spirit. ഏറ്റവും വലിയ സമ്മാനമായ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരാൻ. പലരും കരുതിയിരിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ പാപം ഒന്ന് ക്ലീൻ ചെയ്തു തരുന്ന ഒരു ക്ലീനറാണ് എന്റെ ഈശോ. എല്ലാ ആഴ്ചയിലും കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു കുമ്പസാരം നടത്തി, ഒരു ക്ലീനിങ് നടത്തി എന്റെ ജീവിതം, ഒരു വൈദിക ജീവിതമോ സന്യാസ ജീവിതമാകാം, എന്റെ കുടുംബജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണോ നിന്റെ ദൈവം കുരിശിൽ മരിച്ചത്? നിന്നെ പള്ളിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ കർത്താവ് കുരിശിലേറിയത്? കുറെ കൊന്ത ചൊല്ലിക്കാനും പ്രാർത്ഥിക്കാനും ഞായറാഴ്ച വന്ന് ചടങ്ങ് തീർക്കാനുമായിട്ടാണോ ആ 33 വയസ്സുകാരൻ 36 മണിക്കൂർ തലേന്നും പിറ്റേന്നുമായിട്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞത്? അവൻ ഈ വേദനയുടെ രാവുകളിലൂടെ പിന്നിട്ടിട്ട് പോയത് നമുക്ക് കുറെ പ്രാർത്ഥന ചൊല്ലി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? നമ്മുടെ മനസ്സൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണോ? നോ. മക്കളെ, നീ ഈ നാടിനെ, ഈ ലോകത്തെ നയിക്കുന്ന മലമേൽ പണിത പട്ടണം പോലെ ഉയരണമെന്ന ദൈവത്തിന്റെ സ്വപ്നം, വിളക്ക് തണ്ടിൽ വെച്ച ദീപം പോലെ പ്രകാശിക്കണമെന്ന അവന്റെ ചങ്കിന്റെ നിറം, അവന്റെ സ്വപ്നം, അത് നമ്മൾ തിരിച്ചറിയാൻ വൈകുന്നെങ്കിൽ മക്കളെ നമ്മുടെ ജീവിതം വ്യർത്ഥമായി. കുറെ പ്രാർത്ഥന ചൊല്ലി, കുറെ ചടങ്ങ് തീർത്ത്, കുറെ മക്കൾക്ക് ജന്മം നൽകി, കുറെ പൈസ ഉണ്ടാക്കി ബാങ്കിൽ ഇട്ടിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് എങ്ങനെയെങ്കിലും ജീവിതം, ദുരിതപൂർണമായ ജീവിതം ഒടുക്കി തീർക്കാമെന്നൊരു 50 വർഷത്തെ പ്രോജക്റ്റാണ് ദൈവം നമുക്ക് തന്നതെന്ന് കരുതരുത്. ഇത് വിഡ്ഢിത്തരമാണ്. നിന്നിൽ ഈ പരിശുദ്ധ ശക്തി ഉണരണം. യു ആർ എ സ്പിരിച്വൽ മാൻ. നിന്നിലെ ഈ ആത്മശക്തി ഉണരണം. നീ നാടിനെ കരകയറ്റണം.
അനേകർക്ക് വിടുതലിന് കാരണമാകണം. നിന്നെ കാണുന്നവർ സ്വർഗത്തിലെത്തണം. അനേകാത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി ദൈവത്തിനെ ഉയർത്തണം. ഇത് ഞാൻ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന 5-6 പേർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാവരും ഇത് കേട്ടിട്ട് പോകുന്ന എനിക്കറിയാം. പക്ഷെ ഈ 5-6 പേരെ അവർ നോക്കുന്നുണ്ട്. അവരുടെ ജീവിതം പോകാം. ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല, പൊടി തട്ടി വീട്ടിൽ പോകും. അടുത്ത ആഴ്ചയിൽ അവർ വരും. പക്ഷേ ഒരു 5-6 പേരെ അവൻ ചങ്കോട് ചേർത്ത് വെക്കുന്നുണ്ട്. അവരുടെ ജീവിതം കഷ്ടപ്പാടാണ്. അവരവരോട് പറയുന്നുണ്ട്, ഇഷ്ടം പോലെ വളച്ചോ. ചിലര് പറയും, നീ എന്നെ വളക്കല്ലേ, ഒടിഞ്ഞു പോകും. ചിലർ പറയും, കർത്താവേ നീ എന്നെ ഒടിച്ചു കളഞ്ഞ, എന്തിനായിട്ട് ഇങ്ങനെ വളയ്ക്കുന്നേ. ചിലർ പറയും, വളച്ചോ, ഒടിഞ്ഞാൽ കുഴപ്പമില്ല. വേട്ടയാടുന്നത് നീ ആയതുകൊണ്ട് അതിലൊരു സുഖമുണ്ടെന്നൊക്കെ പറയുന്നത്. ദൈവത്തോട് അത്ര ചങ്കോട് ചേർന്നിരിക്കുന്ന ചിലരൊക്കെ അതിനുവേണ്ടി ആഗ്രഹിച്ച് മകളെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എന്ന് പറയും. പരിശുദ്ധാത്മാവാണ് ഈ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം. ഈ പരിശുദ്ധാത്മാവിനെ ഉണർത്തിയാൽ, ഈ പരിശുദ്ധ ശക്തി വ്യാപരിച്ചാൽ കാണുന്നവർക്ക് ഒരു നിറം അനുഭവിക്കും. ഒരു കാര്യം പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, മിണ്ടാതെ നടന്ന് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നോക്കാതെ നടന്ന് തിരിഞ്ഞു നോക്കാന്ന് അതിൽ പറഞ്ഞ് ഇത് പറഞ്ഞ് അല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നിറമുള്ളവരായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിറവാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് കുഞ്ഞുങ്ങളെ ഇതൊരു ആക്റ്റീവാണ്. അതിൽ നമ്മൾ ഈ വിഷം കുത്തിവെച്ച് കഴിയുമ്പോഴത്തേനുള്ള എല്ലാം കെട്ടുപോകും. പ്രകാശം കരുതിരി കത്തിപ്പോയത്. നമ്മള് അല്പമേ ഉള്ളതെന്ന് ജ്വലിച്ചു നിൽക്കാനായിട്ട് പറ്റണം. ആ ഒരു നിറവ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ വചനം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 14:17. എന്താണ് യോഹന്നാൻ 14:17 പറയാം? ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. കാരണം അതവനെ അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിന് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ പറ്റുകയില്ല, കാണാൻ പോലും പറ്റുകയില്ല. എന്നാൽ ദൈവമക്കൾക്ക് ഇത് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇവിടെ ആരും ദൈവമക്കളില്ലേ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മള് നിറമുള്ളവരാണ്. നമ്മളൊരു കാര്യം, ചെറിയൊരു കാര്യം പോലും പറഞ്ഞുകൊണ്ടല്ലോ അതുപോലെ അങ്ങോട്ട് അനുസരിക്കുമ്പോൾ ആ അഭിഷേകം നടന്നത്. ഒരിക്കലും ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അച്ഛൻ പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുന്ന വീടുകളിൽ ഒരു പാ ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ പാ വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ. അപ്പൊ ഇവര് ഒരു പ്രാർത്ഥനാ പാ പോകുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ ഒരു അമ്മ തീരുമാനിച്ചു. ഈ അമ്മ ടൗണിൽ ചെന്ന് ഒരു പ്ലാസ്റ്റിക്കിന്റെ പ്രാർത്ഥന സന്ധ്യയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. അതൊരു പായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അതങ്ങോട്ട് അനുസരിച്ചേക്കാൻ വരും. ചെറിയ കാര്യം. അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ഫോൺ, പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഫോൺ എടുത്തില്ല. മൊബൈലില് ഒരു 10-40 കോൾ കിടക്കുന്നു. വിദേശത്തു നിന്നാ, ഭർത്താവാ. എടീ, നീ എവിടായിരുന്നത്? ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഒരു പ്രാർത്ഥന പോവാൻ ഞാൻ അങ്ങനെ ആ ബസ്സിൽ കയറി ടൗണിലിറങ്ങി ഇത് വാങ്ങിച്ചോണ്ട് വന്നു. എടീ 1-2 മണിക്കൂറുകൾ എന്നെ വിളിച്ച എടീ, കഴിഞ്ഞ 9 മാസമായിട്ട് മുടങ്ങിക്കിടന്ന ശമ്പളം എടീ ഇപ്പൊ വിളിച്ചു പറഞ്ഞടി അനുവദിച്ചെന്ന്. അതൊന്ന് പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നമ്മൾ ദൈവകാര്യങ്ങൾ നിസാരമാണ്. പക്ഷെ അത് മനസ്സ് നിറവോടൊന്നനുസരിച്ചാ വലിയ കെട്ട് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ അവർക്കിത് സന്തോഷമാണ്. അവർ പറഞ്ഞ, ചേട്ടാ എനിക്ക് മനസ്സിലായി എന്താ അത് കിട്ടിയത്. 2 മണിക്കൂറിലാണല്ലോ ഇത് പറഞ്ഞിട്ട്. അതെ, 2 മണിക്കൂറായിട്ടുള്ള ചേട്ടാ അച്ഛനത് പാസ്സായിരുന്നു. ചെറിയ കാര്യങ്ങൾ, നിസ്സാര കാര്യങ്ങൾ നമ്മൾ ദൈവകാര്യങ്ങൾക്ക് മനസ്സ് തുറന്ന് അകലം ഭാവിക്കാതെ ചോദ്യം ചെയ്യാതെ
വിധേയപ്പെടണം. കാരണം നമ്മുടെ ഈ കുരുട്ട് ബുദ്ധിയേക്കാളും വികട ബുദ്ധിയേക്കാളും നിർബന്ധ ബുദ്ധിയേക്കാളും ജ്ഞാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാകുകയാണ്. നമ്മൾ വിചാരിക്കും, ഉദാഹരണം പത്രോസും പൗലോസ് വലിയ ജ്ഞാനി, ഗമാലിയലിന്റെ പാദപീഠങ്ങളിൽ ഇരുന്ന് കുറെ അറിവുകൾ ഗവേഷണം നടത്തിയ ആള്, ഒരു ചോദ്യം ചോദിച്ചാൽ 9 ഉത്തരം പറയാൻ അറിയാവുന്ന ആള്, വചനം പഠിച്ചിട്ടുള്ള ആള്. പത്രോസോ മീൻ പിടുത്തല്ല, 8 പൊട്ട് തിരിയാത്തവരുടെ ആള്. ഇപ്പൊ രണ്ടുപേരും കർത്താവിന് ശേഷം സഭയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം. നമ്മളാരും പറയാം, പൗലോസേ നീ ആ സെൻഹദ്രിന്റെ ഗ്രൂപ്പിന്റെ അടുത്ത് പോകണം, യഹൂദരുടെ അവന്മാർ കുറച്ച് വിളച്ചിൽ കൂടുതലാണ്, അവന്മാരെ ചെന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, ഇതാണ് സുവിശേഷം. നമ്മളായിരുന്നെങ്കിൽ പൗലോസിനെ എങ്ങോട്ട് വിട്ടേനെ, യഹൂദരുടെ ഇടയിലേക്ക് വിട്ടേനെ. ഒരു പത്രോസിനോട് പറഞ്ഞാൽ നീ പോയി വിജാതിയുടെ ഇടയിൽ പോയി പ്രസംഗിക്ക്, നിനക്ക് അത്രയും ഡിഗ്രിയൊക്കെ ഉള്ളൂ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തായിരുന്നറിയാം, പത്രോസേ നീ പോയി സെൻഹദ്രിനോട് 4 വാക്കുക, പൗലോസേ നീ എവിടെ പോകണം, വിജാതിയുടെ അടുത്ത് പോകും. ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല ആകാശത്തിലെ അപ്പച്ചൻ. അവന് ചില ബുദ്ധികളുണ്ട്, അവന് ചില ആലോചനകളുണ്ട്. അവിടുത്തെ വിചാരം അവിടുത്തെ ഭൂമി ആകാശത്തിൽ നിന്ന് ഉയർന്നിരിക്കുന്നതാണ്, ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിന്റേതിൽ നിന്ന് ഉന്നതമത്രേ. ഹല്ലേലൂയ. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയമക്കളെ, ലോകം ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഇത് കാണാനും പറ്റില്ല, അറിയത്തുമില്ല. ആരാണ് ഈ ലോകം? ശ്രദ്ധിക്കണം. ലോകം എന്നത് ദൈവത്തെക്കാൾ ഉപരി സൃഷ്ട വസ്തുക്കളിലേക്ക് മനസ്സ് തിരിച്ചവരുടെ സമൂഹമാണ് ലോകം. മനസ്സിൽ കുറിച്ചിടണം ഇത്. ദൈവത്തെക്കാൾ ഉപരി സൃഷ്ട വസ്തുക്കളിലേക്ക് മനസ്സ് തിരിച്ചവരുടെ സമൂഹമാണ് ലോകം. ഇതാണ് ലോകം. ഇവർക്ക് ഈ സത്യാത്മാവിനെ കുറിച്ച് മനസ്സിലാകുന്നു. നിന്റെ തമ്പുരാനെ പ്രതി അതിനേക്കാൾ ഉപരി നീ ഭാര്യയോ മക്കളെയോ കുഞ്ഞുങ്ങളെ പണത്തെ ഏതിനെങ്കിലും ഒരു പടി കൂടി ഉയർന്ന സ്ഥാനം നീ കൊടുത്തോ, മക്കളെ, പിന്നെ ആത്മാവ് വിലപിക്കേണ്ടി വരും. ദൈവജ്ഞാനം മനസ്സിലാകാതെ പോകും. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കൂട്ട് ഈ ലോകത്തോടാകരുത്. നമ്മുടെ കൂട്ട് ആരോടാകണം? ദൈവത്തോട്. ദൈവത്തോടും ദൈവമക്കളോടും. അതാണ് 119-ാം സങ്കീർത്തനം 63-ാം തിരുവചനം. ആരായിരിക്കണം നിന്റെ കൂട്ടുകാര്? 119-ന്റെ 63-ാം സങ്കീർത്തനം, 119-ാം അധ്യായം 63-ാം സങ്കീർത്തനം. അങ്ങയെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാണ്. അപ്പൊ ഞാൻ കൂട്ടുകൂടേണ്ടത് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവർക്കായിരിക്കണം കൂട്ട്. ബാക്കി ഏതെങ്കിലും കൂട്ടുണ്ട് ഇന്ന് മക്കളെ നിർത്തിക്കോണം. ഈ ആത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം. ഏതെങ്കിലും അതല്ലാത്ത കൂട്ടുണ്ടെങ്കിൽ നിർത്തിക്കണം. ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരുണ്ടോ കൂടെ? നമ്മൾ ഏത് ടൈപ്പാണെന്ന് അറിയാം. നമ്മുടെ കൂട്ടുകാരെ നോക്കിയാൽ മതി. നമ്മുടെ കൂട്ടുകാരെ നോക്കിയിട്ടാണ് നമുക്ക് നമ്മളെ ഏത് സ്വഭാവം നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ലഭിക്കാൻ വേണ്ടി കൂട്ട് വളരെ പ്രധാനം. ദൈവത്തോട് കൂട്ട്, ദൈവപ്രമാണം അനുസരിക്കുന്നവരോട് കൂട്ട്. അല്ലാത്തതൊക്കെ നിർത്തിയത് മതി എന്ന് തോന്നണം. അല്ലാത്തവർ വിളിക്കും, ഇത്തിരി സ്മോളിന് വേണ്ടി, ഇത്തിരി കമ്പനിക്ക് വേണ്ടി, ഇത്തിരി സംസാരിക്കാൻ വേണ്ടി, ചില നേരം വന്ന് വരുന്നോട്ടെ കാര്യം പറഞ്ഞോട്ടെ, ഫോണ് വിളിച്ചോട്ടെ. വേണ്ട, ഇത് പറഞ്ഞ ചങ്കു. ഏതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? ഈ പുറകിലൊരു അവയവമുള്ള ആളുകൾക്കുള്ള എന്താ അത്? നട്ടൽ. ഈ നട്ടല് റബ്ബറായിട്ടുള്ളവർക്കുള്ളതല്ല ഈ ക്രിസ്തീയ ജീവിതം. ഇത് ചങ്കൂറ്റമുള്ളവർക്കുള്ള, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്രിസ്ത്യ. ഇത് ചുമ്മാ കുഞ്ഞുങ്ങളിയുടെ ജീവിതമല്ല. കാരണം ഒരു ചെറുപ്പക്കാരൻ
3 മണിക്കൂർ 3 ആണി അടിച്ചു തറഞ്ഞ് തൂക്കിയിട്ടത് വെറുതെ നമുക്ക് ഇച്ചിരി ഇങ്ങനെയുള്ള എന്താ പറയുന്നത് ഒരു പേര് ക്രിസ്ത്യാനി എന്ന് ഇട്ട് തരാനാണ്. ആരാ ക്രിസ്ത്യാനി? ക്രിസ്തു ഇല്ലാത്ത ആണി. ഇങ്ങനെ കുറെ പേരിനകത്ത് നടക്കേണ്ടതാണ് ക്രിസ്ത്യാനി. ഇതിനല്ല ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വേണം. പ്രിയമക്കളെ, ഈ ആത്മാവിനെ ലഭിക്കാൻ എന്ത് ചെയ്യണം? അത് വളരെ ശ്രദ്ധയോടിരുന്നുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. നമുക്കറിയാം, ഇത് മനസ്സിലാക്കണമെങ്കിൽ നടപടി പുസ്തകം 2-ാം അധ്യായം 38-ാം തിരുവചനം നമ്മളൊന്ന് വായിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ ഇത് ചെയ്യണം. അപ്പോസ്തലപ്രവർത്തനം 2:38 ഇങ്ങനെയാണ് വായിക്കുന്നത്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഇതിന്റെ പൊരുൾ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാലേ ഇത് നമുക്ക് പിടികിട്ടുള്ളൂ. അത് ശ്രദ്ധയോടിരിക്കണം. ഇത് വളരെ ശ്രദ്ധയോടിരിക്കണം. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു രഹസ്യം, മർമ്മം നമ്മൾ പറയാൻ പോകാം. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങൾ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഉറപ്പാണ്. എന്താണ് ഇതാരോടാണ് പറഞ്ഞതെന്നറിയാമോ? ഇതാരോടാ പറഞ്ഞേ? യഹൂദരോടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പത്രോസ് എവിടെ പോയി പ്രസംഗിച്ച്? യഹൂദരോടാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ യഹൂദർ പശ്ചാത്തപിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടായിരുന്നു. മറ്റൊരർത്ഥത്തിൽ യേശുവിനെ ആരാണ് കൊന്നത്? 3 പേര് പറയാം. പീലാത്തോസ്, റോമാക്കാര്, യഹൂദർ. ആരാണ് ഈശോയെ കൊന്നത്? ഉറപ്പാണോ? ചുമ്മാ ഉറക്കത്തിന്ന് പറയാണ്? അല്ല, യഹൂദരാണ് ഈശോയെ കൊന്നത്. ഞാനില്ല, യഹൂദരാണ് ഈശോയെ കൊന്നത്. കാരണം നമുക്കറിയാം, ഒരു പാപമാകണമെങ്കിൽ നമുക്കറിയാം അത് പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പാപമാകണം. പൂർണ്ണമായ അറിവ് വേണം, സമ്മതം വേണം. അതുപോലെ തന്നെ പാപം ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരു പാപമാകുന്നുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, പീലാത്തോസ് യഥാർത്ഥത്തിൽ കർത്താവിനെ കൊല്ലാൻ ആഗ്രഹിച്ചോ? ഇല്ല. അയാൾ ആരെ അവതരിപ്പിച്ചത്? ഈശോയ്ക്ക് പകരം ബറബ്ബാസിനെ കൊണ്ടുവന്നു. ബറബ്ബാസിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, അപ്പോഴും യഹൂദരെന്താ പറഞ്ഞത്? ബറബ്ബാസിനെ ഇട്ടേക്കുക, യേശുവിനെ ക്രൂശിക്കുക. റോമാക്കാർ യഥാർത്ഥത്തിൽ ഈശോയെ കൊന്നതാണോ? അത് ഡ്യൂട്ടി നിർവഹിച്ചതേ ഉള്ളൂ. അവരുടെ കർത്തവ്യം നിർവഹിച്ചു, ഡ്യൂട്ടി. കാരണം അവരല്ല ഈശോയെ കൊന്നത്, യഹൂദരുടെ നിർബന്ധം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പത്രോസ് യഹൂദരോട് പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ. എന്ന് വെച്ചാ ഇവർക്ക് ഒരു ബോധമുണ്ടാകണം, തെറ്റ് ചെയ്തത് ഞങ്ങളാണ്. യേശുക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ ഇവർ കാരണമായിരുന്നതിന് മുമ്പ് ഇവർക്കറിയാമായിരുന്നു ഈ ഈശോയെ കുറിച്ചാണ് ബൈബിളിൽ മുഴുവൻ പറഞ്ഞു വന്നിട്ടുള്ളത്. ഈശോ വെറുതെ ജനിച്ച ഒരാളല്ല. ഈശോ ദൈവമാണെന്നുള്ളത് തെളിവെന്താണ്? ഈശോ നിങ്ങളോട് ചോദിച്ചു, ഈശോ ദൈവമാണ് എന്നുള്ളൊരു തെളിവെന്താണ്? 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്. ശരിയാണ്, ഭൂമിയുടെ ചരിത്രത്തിൽ ഒരാള് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇത് ഭയങ്കര ജ്ഞാനികളാണല്ലോ വിധിക്കുന്നത്. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ചേർന്ന് ലോകത്തിൽ ഈശോയെ പോലെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അതെല്ലാം ഉണ്ട്. ഈശോ ചരിത്രത്തിൽ ജീവിച്ച ആളാണ്.
ചരിത്രം ജീവിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം വീണ്ടും ഉയർത്തുക, അതെല്ലാം നമ്മൾ വിശ്വസിക്കുക. എന്നാൽ ഇതൊന്നുമല്ല ഈശോ ദൈവമാണ് എന്നുള്ളതിന്റെ തെളിവ്. ശ്രദ്ധിച്ചു, ഈശോ ദൈവമാണ് എന്നുള്ളതിന്റെ തെളിവ് ലോകത്തിൽ ഒരു വ്യക്തിയും ഇത്രയും നാള് ജീവിച്ചിരുന്നിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജനിക്കണം, ആരിൽ നിന്ന് ജനിക്കണം, എവിടെ ജനിക്കണം, എവിടേക്ക് മാറ്റപ്പെടണം, എവിടെ വളരണം, ജനിച്ചു കഴിഞ്ഞിട്ട് ജീവിക്കുമ്പോൾ എന്നൊക്കെ ചെയ്യണം, അതിനുശേഷം എങ്ങനെ മരിക്കണം, മരിച്ചതിന് ശേഷം എവിടെ അടക്കപ്പെടണം, അതിനുശേഷം എങ്ങനെ സ്വർഗത്തിലേക്ക് പോകണം, ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുള്ള, ഇതെല്ലാം പറഞ്ഞു വെച്ചതിന് ശേഷം, മുന്നമേ പറഞ്ഞു വെച്ചതിന് ശേഷം ജനിച്ച, ജീവിച്ച, അതുപോലെ കടന്നുപോയ ഒരൊറ്റ വ്യക്തിയെ ഭൂമിയുടെ ചരിത്രത്തിലുള്ളൂ. ദാറ്റ് ഈസ് ജീസസ് ഓഫ് നാസറത്ത്. നസ്രായനായ യേശു. അവനെക്കുറിച്ച് 316 പ്രവചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 316 പ്രവചനങ്ങൾ പോലെ ജനിച്ച് ജീവിച്ച് മരിച്ച് കടന്നുപോയി ഒരു വ്യക്തിയും ഭൂമിയിൽ. 1-2 പ്രവചനങ്ങളൊക്കെ ഉണ്ടായി വന്നുപോയവരുണ്ട്. പക്ഷേ 316 പ്രവചനങ്ങൾ പൂർത്തിയാക്കി കടന്നുപോയ വേറെ ഒരാളും ഈ ഭൂമിയിലില്ല. ഇതെവിടെയാണ് കാണുന്നത്? ഇത് കാണുന്ന പുസ്തകത്തിന്റെ പേരാണ് ബൈബിൾ. എന്താണ് ഈ ബൈബിൾ? ഈ ബൈബിൾ സത്യവേദ പുസ്തകമാണെന്ന് പറയാൻ കാര്യം, മറ്റു വേദപുസ്തകങ്ങളില്ലേ? ഖുർആൻ വേദപുസ്തകമാണോ? ഭഗവത്ഗീത വേദപുസ്തകമാണോ? ഭഗവത്ഗീതയും രാമായണവും വേദപുസ്തകമല്ല. ഹിന്ദുമതത്തിലെ വേദപുസ്തകം വേറെ ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇത് 4 വേദങ്ങളുണ്ട്. ഇത് കൂടാതെ പാഴ്സിമതത്തിന് സെന്നവസ്ഥ, പെർഷ്യൻ മതം സെന്നവസ്ഥ വേറെ പുസ്തകമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വേദപുസ്തകങ്ങളുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, ആ പുസ്തകങ്ങളിൽ നിന്ന് ഈ പുസ്തകത്തെ മാറ്റി നിർത്തുന്നത് എന്താണ്? നമ്മൾ അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഭൂമി വിട്ടുപോകാൻ. അവിടെ ചെന്ന് അഥവാ പത്രത്തിലേക്ക് ഏതെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മെഴുക്കത് ബബബ പറഞ്ഞുകൊണ്ടിരുന്ന് പോയി. ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ഇതൊന്നും അറിയാതാണോ ഈ പുസ്തകം ചോദിച്ചുകൊണ്ട് നടക്കുന്നേ? ഉള്ളതുകൊണ്ട് നമ്മൾ കൊണ്ട് നടക്കുന്നത്. അപ്പൊ മറ്റുള്ളവർ പറഞ്ഞു അത് വരണം. ആ പുസ്തകങ്ങൾ ഈ പുസ്തകം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ എങ്ങനെയാണ് ഇത് പരിശുദ്ധാത്മാവാണ് എഴുതിയതെന്ന് പറയാൻ കാര്യം? പരിശുദ്ധാത്മാവാണ് ഈ പുസ്തകം എഴുതിയതെന്ന് പറയാൻ കാര്യം നമ്മളത് മനസ്സിലാക്കണം. ശരിയാണ്. ഒന്നുകൂടെ ആഴത്തിൽ പഠിച്ചാൽ ഈ പുസ്തകം എഴുതിയത് 900 വർഷങ്ങൾ കൊണ്ടാണ്. ഈ പുസ്തകത്തിൽ ഗ്രന്ഥകാരന്മാർ 73-66 ഗ്രന്ഥകാരന്മാരല്ല. ഈ പുസ്തകത്തിലെ ഗ്രന്ഥകാരന്മാർ 700-ലധികം പേരാണ്. ഇനിയുമാണ് എന്റെ പോയിന്റ്, ശ്രദ്ധിക്കണം. 700-ലധികം ഗ്രന്ഥകാരന്മാർ 900 വർഷങ്ങൾ കൊണ്ട് എഴുതി വെച്ച ഈ പുസ്തകത്തിൽ ഒരു വാക്യം മറ്റൊരു വാക്യത്തെ ഹനിക്കുന്നില്ല. ഇങ്ങനെ എഴുതാൻ ഒരൊറ്റയാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ആളിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യത്തെ പ്രോട്ടോ എവൻഗേലിയോൻ, ആദ്യത്തെ സുവിശേഷം ദൈവം പിശാചിനോടും
സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ സന്തതി സാത്താന്റെ സന്തതിയുടെ തല തകർക്കും. ഇതാണ് ആദ്യത്തെ സുവിശേഷം. ഈ പറഞ്ഞ അതേ കാര്യം തന്നെ വെളിപാടിന്റെ പുസ്തകം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ടപ്പോൾ വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു പെണ്ണിനെ കുറിച്ച് എഴുതി വെച്ചു, തലയിൽ 12 നക്ഷത്രങ്ങളുള്ള കിരീടം, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, അവൾ സർപ്പത്തിന്റെ തലയെ തകർത്തവൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച ആ സുവിശേഷവും അതിനുശേഷം എഴുതിയ ആ സുവിശേഷവും ഒരിക്കലും പരസ്പര ഘടകവിരുദ്ധമല്ല, കോംപ്ലിമെന്ററിയാണ്, പരസ്പര പൂരകങ്ങളാണ്, ഒന്നൊന്നിനെ പൂർത്തീകരിക്കുന്നതാണ്. ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചിരുന്ന് എഴുതിയാലും വരാത്തത്ര പൂർണ്ണത ഈ പുസ്തകത്തിലുണ്ട്. ഇതാണ് സഭ ക്രോഡീകരിച്ച് 73 പുസ്തകങ്ങളാക്കി നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ ഗ്രന്ഥമാണെന്ന് പറയും. മറ്റെല്ലാ പുസ്തകങ്ങളും 5 or 6 പേരുടെ ശ്രമപരമായി ഉണ്ടായതാണ്, അവരുടെ വെളിപാടുകളിൽ നിന്നുണ്ടായതാണ്. അത് പലതും പലതിനെയും ഭരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കൊന്ന് ഏകതാ ചിന്തയോട് നിൽക്കാൻ പോലും പറ്റാത്തത്. ഇവിടെ ഈ വചനത്തിന്റെ പൊരുളിൽ സഭ ഒന്നിച്ചു നിൽക്കുന്നതിന്റെ വ്യാഖ്യാനങ്ങൾ പലത് കാണും. വചനം അതൊന്നു തന്നെയാണ്. ഏത് പുസ്തകത്തിലും എഴുതപ്പെട്ടിരിക്കുന്നത് ഒന്നു തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഇതാണ് ഇതിന്റെ അന്തസത്ത. നമുക്ക് ഈ ഏദൻ തോട്ടത്തിൽ നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്, യഹൂദര് ഈ സത്യം അറിഞ്ഞിരുന്നു. ഈശോയെക്കുറിച്ചുള്ള 316 പ്രവചനങ്ങൾ ഇതിനകത്തുണ്ട്, ഇവർക്കറിയാമായിരുന്നു. ഇതെല്ലാം ഈശോയിൽ നോക്കുമ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നും അവർക്കറിയാം. അവൻ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയത് കഴുതയുടെയല്ല, കഴുതക്കുട്ടിയുടെ പുറത്ത്. അതാണ് സക്രിയയുടെ പ്രവചനം. അവൻ കന്യകയിൽ നിന്ന്, യുവതിയിൽ നിന്ന് ഗർഭം ധരിക്കും. യുവതി എന്ന ഹീബ്രു പദത്തിന്റെ അത് കന്യകയെന്നാണ്. യുവതിയിൽ നിന്ന് ഗർഭം ധരിക്കപ്പെടുന്നതും അവനെ ഗർഭം ധരിക്കും, യുവതി അവനെ ഗർഭം ധരിക്കുമെന്നും, പിന്നീട് അവൻ 22-ാം സങ്കീർത്തനത്തിൽ അവന്റെ കൈകാലുകൾ തുളച്ചു, അവന്റെ അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിൽ അവന്റെ മരണം എങ്ങനെയായിരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുക. 1000 വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം, പേർഷ്യക്കാരാണ് കുരിശുമരണം കണ്ടുപിടിച്ചത്. അതിനു മുമ്പേ എഴുതപ്പെട്ട സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുകയാണ് അവൻ എങ്ങനെ മരിക്കണമെന്ന്. അവന്റെ കൈകാലുകൾ കുത്തി തുറക്കപ്പെടുമെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എഴുതാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ, അതാണ് പരിശുദ്ധാത്മാവ്. അവൻ ആരിൽ നിന്ന് ജനിക്കണം, അവൻ എവിടെ ജീവിക്കണം, അവൻ എങ്ങനെ ജീവിക്കണം, അവൻ എങ്ങനെ മരിക്കണം, ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഏക പുസ്തകമാണ്. ഇതറിയാമായിരുന്ന യഹൂദൻ ഇതെല്ലാം ഈശോയിൽ പൂർത്തിയാകുന്നത് കണ്ടിട്ടും എന്തു പറഞ്ഞു? അവനെ ക്രൂശിക്കുക. ഇതാണ് തെറ്റ്. മക്കളെ, ഇത് ബോധപൂർവം ചെയ്ത പാപമാണ്. ഇത് കർത്താവിന് അറിയാമായിരുന്നു. അവൻ കുരിശിൽ കിടന്നിട്ട് എന്നിട്ടും അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, ചെയ്യുന്നത് എന്താണെന്നറിയുന്നില്ല ഇവരോട്. ഈ ക്ഷമ ഇവർക്ക് കിട്ടിയോ? കിട്ടിയില്ല. കുറച്ചു പേർക്ക് കിട്ടി. അവരനുവദിച്ചു. എപ്പോൾ? പത്രോസ് പ്രസംഗിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, മക്കളെ പശ്ചാത്തപിക്കുവിൻ. ഇത് കേട്ട് കുറെ പേര് പശ്ചാത്തപിച്ചു. അവർക്ക് ബോധ്യപ്പെട്ടു. എപ്പോൾ? കർത്താവായ ക്രിസ്തു എന്ന് പറയുന്നത് തങ്ങൾ കുരിശിൽ തറച്ച യേശുവാണെന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഈ ബോധോദയം, ഈ ജ്ഞാനം, ഈ അറിവാണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇനിയും മേലാൽ ഞങ്ങൾ കർത്താവിനെ കുരിശിൽ തറയ്ക്കുകയാണ്. അപ്പൊ ചോദിച്ചാൽ തീർന്നില്ലേ? ഇനിയും തറയ്ക്കാൻ സാധ്യതയില്ലല്ലോ. അതാണ് നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാളാണ്. അങ്ങനെയെങ്കിൽ
നീ നിന്റെ ജീവിതത്തിൽ രണ്ട് സാധ്യതയുള്ളപ്പോൾ ഒന്നുകിൽ ബറബ്ബാസിനെ വിടുക, അല്ലെങ്കിൽ ഈശോയെ വിടുക. നീ ഒരു തെറ്റ് ചെയ്താൽ ഒന്നുകിൽ നീ കർത്താവിനെ ക്രൂശിക്കുകയാണ്, ഒന്നുകിൽ നിന്റെ ഉള്ളിലുള്ള കർത്താവിനെ, അല്ലെങ്കിൽ നിന്റെ സഹോദരനുള്ള കർത്താവിനെ. നീ ബറബ്ബാസിന് വേണ്ടി കർത്താവിനെ ക്രൂശിക്കാൻ തറയ്ക്കുക, അല്ലെങ്കിൽ ഒരൊറ്റ സാധ്യതയുള്ളൂ, കർത്താവിനെ ഫ്രീയാക്കുക, ബറബ്ബാസിനെ മരണത്തിൽ വിട്ടുകൊടുക്കുക. ഏറ്റവും ശരി മക്കളെ, ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് വളരാതെ ഒരു യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ട് കുറെ ചടങ്ങ് തീർത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. ഇതിലേക്ക് വളരാതെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഈ ദൈവ സ്നേഹത്തിൽ, ഈ ദൈവത്തിന്റെ ചൈതന്യത്തിൽ ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഗതികെട്ട ജീവിതമാണ്. നമ്മുടെ ജീവിതം ഒരിക്കലും ഐശ്വര്യപ്പെടുകയില്ല. ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. കാരണം പാപം നീ ചെയ്ത, അത് 1 രൂപയ്ക്ക് വേണ്ടി ചെയ്താലും 1,00,000 രൂപയ്ക്ക് വേണ്ടി ചെയ്താലും, ഒരു ചെറിയ കള്ളം പറഞ്ഞാലും, നീ ഭാര്യ വഞ്ചിച്ചാൽ, ഭർത്താവിനെ വഞ്ചിച്ചാൽ, രണ്ടും ഒന്ന് തന്നെ. അതിന്റെ തിക്തഫലമാണ് കാൽവരി കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പലതരം ബന്ധു പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോൺസിക്വൻസ് ഈസ് സോ സിവിയർ. കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ, അങ്ങനെ തറയ്ക്കുന്നവർക്ക് ആത്മാവിനെ കിട്ടുകയില്ല. വിശുദ്ധ ജീവിതം നയിക്കാൻ തയ്യാറാകുന്നവർക്കാണ് ഈ ആത്മാവിന്റെ ചൈതന്യം. മകളെ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പൊ ഒരിക്കലും ഒരു പെന്തോച്ചനോട് പറഞ്ഞു, അതിന് ഈ സ്നേഹത്തിൽ ഒരു ദൈവം എല്ലാവരും ഇങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമൊന്നും ബൈബിള് മുഴുവൻ പറഞ്ഞു. ദൈവം ശിക്ഷിക്കുമോ? ദൈവം ശിക്ഷിക്കുമോ? തന്നെ സ്നേഹിക്കുന്നവരെ അതെന്നാ ശിക്ഷ? ഇതെനിക്ക് മനസ്സിലായി. തന്നെ സ്നേഹിക്കുന്നവരെ ശിക്ഷണം നൽകുന്നവരെ ശിക്ഷിക്കുമോ? ദൈവം ശിക്ഷിക്കുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം സ്നേഹം മക്കളെ, ദൈവം ഒരിക്കലും ശിക്ഷിക്കല്ല. ദൂർദൂതനം കണ്ടിട്ടില്ലേ? ഈശോ വെളിപ്പെടുത്തിയ സ്നേഹം കണ്ടില്ലേ? പിതാവിന്റെ ഏകമകൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ കൈ കാശുണ്ടോടാവല്ലോ, മൂട് മാറിക്കട, ചേട്ടനോട് പറഞ്ഞിട്ട് ചോദിക്കട്ടെ, വീട്ടിൽ കയറ്റാമെന്ന് വന്നിരിക്കുന്നു ദരിദ്രവാസി എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിയോ? ഈ അപ്പൻ എവിടാ നിന്നത്? ഈ മകനെ നോക്കി വാതുക്കലാണെങ്കിൽ കാണത്തില്ല, ദൂരെ വെച്ചത് കണ്ടെന്നോ തന്നെ. എവിടാ നിന്നേ? വഴിയിൽ നിന്നാലും കാണുന്നില്ല. കിഴപ്പഴയ്ക്ക് വഴി വളഞ്ഞാണെന്നല്ലേ കാണും. അവരുടെ മേളിൽ കയറി നിന്ന് കാണും. മേളിൽ കയറി നിൽക്കുകയാണ്, റൂഫിന്റെ മേളിൽ നിൽക്കുകയാണ് കക്ഷി. വേഗമകൻ പോയ നിമിഷം തൊട്ട് കയറി നിൽക്കുക. ചെറുവെല്ലാം പോയി വെള്ളം വല്ലതും കൂടി പിന്നെ നോക്കി നിൽക്കുക. അതുകൊണ്ടാണ് ഒരു കൃത്യതയുമില്ലാതെ ഇയാൾ തിരിച്ചു വരുമ്പോഴും ഈ അപ്പൻ ദൂരെ വെച്ച് തന്നെ മകനെ കാണും. കണ്ടു കഴിഞ്ഞ് നിലയും വിലയുമുള്ള ഈ അപ്പൻ, സമ്പത്തുള്ള ഈ അപ്പൻ ചന്തയോട് ഓടിച്ചെന്നിട്ട് ഈ മകനെ കെട്ടിപ്പിടിക്കുക. പന്നിക്കുടി എന്നവരോ, കരുവാളിച്ച മുഖം, താടി വളർത്തി മുടി വളർത്തി മുഷിഞ്ഞ വേഷം, സ്മെല്ലുണ്ട്, പല്ല് തേച്ചിട്ടില്ല, പുള്ളിയുടെ കാര്യം പറയണ്ട. പക്ഷെ ഈ അപ്പന് മനസ്സിലായി, ഇതെന്റെ ചോരയാ വരുന്നത്, എന്റെ സ്നേഹമായി വരുന്നത്. കെട്ടിപ്പിടിച്ചിട്ട് അവൻ എന്തൊക്കെയോ പറയാൻ ഉച്ചരിച്ച് വാ പൊത്തിയിട്ട് പറയാം. കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നേര്. അതുവരെ ആ വീട്ടിൽ കാളെ കൊന്നിട്ടുണ്ട്, പശുവിനെ കൊന്നിട്ടുണ്ട്. പക്ഷെ അന്നാണ് ഓർഡർ, ഏറ്റവും കൊഴുത്തതിനെ തന്നെ കൊല്ലണം. എന്റെ മോൻ വന്നു. സ്നേഹം എപ്പൻ വെളിപ്പെടുത്തിയ സ്നേഹമാണ്, ഈശോ വെളിപ്പെടുത്തിയ അപ്പന്റെ സ്നേഹമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവർ പറ്റി പറഞ്ഞു. അപ്പൊ പഴയ നിയമത്തിലോ എന്ത്? പഴയ നിയമത്തിൽ ഞാൻ ബൈബിൾ വായിക്കാൻ കൊണ്ടിരുന്ന ആദ്യത്തെ പേജ് വായിച്ചപ്പോഴും മടക്കി കുറിച്ചു. ഏദൻ തോട്ടത്തിൽ പാവം ആദാമും അമ്മച്ചി ഒരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചതേ ഉള്ളൂ. തീർന്നില്ലേ തോട്ട? പടി ഇറക്കി വെള്ളം വെച്ചില്ലേ? അഴിച്ചു വിട്ടില്ലേ? ഇറക്കി വിട്ടില്ലേ? എന്നാ സ്നേഹമായി? നമ്മൾ മനസ്സിലാക്കണം പ്രിയ മക്കളെ,
ദൈവസ്നേഹത്തിന്റെ ആഴമുള്ളത് കൊണ്ടാണ് ദൈവം അത് ചെയ്തത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ആദാമും ഹൗവയും ഏദൻ തോട്ടത്തിൽ സമൃദ്ധിയോടെ കഴിയുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഒരു മരത്തിന്റെ പഴം. ഏത് മരത്തിന്റെ? അതെ, ആ നടുക്ക് നിൽക്കുന്ന മരത്തിന്റെ പേരെന്താ? നന്മ തിന്മകളുടെ. എന്ന് വെച്ചാൽ ആ ഫ്രൂട്ട് കഴിക്കരുത്. നന്മ തിന്മന്റെ അർത്ഥം, നിന്റെ ജീവിതത്തിൽ നന്മ ഏത് തിന്മ ഏത് എന്ന് ചിന്തിക്കാനും തീരുമാനിക്കാനുള്ള അധികാരം നിനക്കല്ല, ദൈവത്തിനാണ്. പാപമേത് പുണ്യമേത് ദൈവം നിശ്ചയിച്ച് എഴുതി തന്നിട്ടുണ്ട്. നീ തീരുമാനിക്കരുത് ഇത് ശരി, അങ്ങനെ പോകാം. ശരിയെന്ന് തോന്നുന്ന വഴികൾ മരണത്തിലേക്ക് നിന്നെ നയിക്കുന്നതാകാം. സുഭാഷിതങ്ങൾ 14:12. അപ്പോൾ നന്മയും തിന്മയെ കുറിച്ചുള്ള മരം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, നീ തുടരുത്, കഴിക്കരുത്, ബാക്കിയെല്ലാം കഴിക്കും. അപ്പൊ ഇത് കൂടാ. പക്ഷെ എന്താണ് ആദാം ഹവ്വ ചെയ്തത്? ഈ ഫ്രൂട്ട് പറിച്ചു കഴിച്ചു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ദൈവം പറഞ്ഞതനുസരിക്കാതിരിക്കുമ്പോൾ എന്തിനും വേണ്ടപ്പ അനുസരണക്കേട് കാണിച്ചു. എന്ത് സംഭവിച്ചു? അത് പിടിച്ചു പുറത്താക്കാനായിട്ടുള്ള ദൈവത്തിനുള്ള ബന്ധം മാറിപ്പോയി. ദൈവത്തിന്റെ ഛായ സാധിച്ചു നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ഇവരെന്ത് പറ്റി? ആത്മാവിൽ വിരൂപരായി. അല്ലേ? ദൈവത്തിലുള്ള ബന്ധം വിടുമ്പോഴാണല്ലോ എന്ത് സംഭവിക്കുന്നത്? വൈരൂപ്യം, സൗന്ദര്യം പോയി, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. മനുഷ്യൻ തറ നോക്കി നടക്കുക, നഗ്നാണെന്ന് കാണുക, ഒളിക്കുക. അവന്റെ ജീവിതം അവന് വരാത്ത എല്ലാം നിരാശ, ആകുലത, ടെൻഷൻ, എല്ലാവരും വന്നുകൂടി, ഭയം. പിന്നെ അവിടെ ഒരു മരം കൂടെ നിൽപ്പുണ്ട്. ഏത് മരമുണ്ട്? ജീവന്റെ വൃക്ഷം കൂടെ നിൽപ്പുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം അവരെ പുറത്താക്കിയെന്നറിയാമോ? ഈ അവസ്ഥയിൽ, വിരൂപമാക്കപ്പെട്ട അവസ്ഥയിൽ അവർ കൈനീട്ടി ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്നൂടെ കഴിച്ചാൽ ഈ മനുഷ്യൻ എന്നേക്കുമായി നിത്യമായി വിരൂപരാക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവം ഒരു തീരുമാനമെടുത്തു, ഇവരെ പുറത്താക്കണം. എന്തിനു വേണ്ടി? എന്റെ ഏക മകനെ ഞാൻ അയക്കും. എന്റെ മകൻ ഈ വിലക്കപ്പെട്ട കനിക്ക് പകരമായി കുരിശിൽ തൂങ്ങി മരിക്കും. ആ കനി തിന്നുന്നവൻ ജീവനിലേക്ക് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ആബാപിതാവിന്റെ സ്നേഹം. മക്കളെ, ആബാപിതാവിന്റെ സ്നേഹം ഇതാണ്. പാപത്തിനൊരു അനന്തരഫലമുണ്ട്. നീ ചെയ്യുന്ന ഒരു ചെറിയ പാപത്തിന്റെയും ഫലമെന്ന് പറയുന്നത് പിടയുന്ന ക്രിസ്തുവാണ്, വേദനയോടെ നിലവിളിക്കുന്ന ദൈവമാണ്. നമുക്കിന്ന് പരിശുദ്ധാത്മാവിനെ വേണം. ഇത് വെറുതെ കിട്ടുന്നതല്ല. ആർ യു റെഡി ടു എൻകൗണ്ടർ യുവർ ഗോഡ്? ഇങ്ങനെ ഒരു ദൈവത്തെ കണ്ടുമുട്ടാൻ തയ്യാറാകുമോ? സക്കേവൂസിനോട് ചോദിച്ചു, സക്കേവൂസ് നിർത്താമോ ഈ പരിപാടി? സക്കേവൂസ് പറഞ്ഞു, മേലിൽ ഞാൻ ഇത് ചെയ്യല. മഗ്ദലേനയോട് ചോദിച്ചു, മഗ്ദലേന അവൾ പറഞ്ഞു, മേലിൽ പാപം ചെയ്യുകയില്ല. സമറയക്കാരുടെ സ്ത്രീയോട് ചോദിച്ചു, അവൾ പറഞ്ഞു, നോ, ഇനി ഒരു തിരിച്ചു പോക്കില്ല. എന്നോട് ചോദിക്കുക, ഇതുവരെ നടന്ന വഴി കുറ്റം പറച്ചിലാകാം, കള്ളമാകാം, തെറ്റായ ബന്ധമാകാം, തെറ്റായ ജീവിതങ്ങളാകാം. നോ എന്ന് പറയാമോ? ഈശോ വന്നത് കുറെ പാപം മായ്ച്ചു കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഇറ്റ് ഈസ് ടു ഗ്രോ ടുവേർഡ്സ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് നീ വളരണം. ഇതൊരൊറ്റ ചോദ്യമാണ് ദൈവം നമുക്ക് തരുന്നേ. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഈ നിത്യതയുടെ പ്രകാശം, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചങ്കൂറ്റമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടോ? മരിച്ചതിന് ശേഷം അവന്റെ മടിയിലിരുന്ന് വിജയം വരിക്കുന്നവനെ ഞാൻ എന്റെ സിംഹാസനത്തിലിരുത്തും. വെളിപാടിന്റെ പുസ്തകം 3:20. വിജയം വരിക്കുന്നവനെ ഞാൻ എന്റെ സിംഹാസനത്തിലിരിക്കും. വേറെ സിംഹാസനമല്ല. ഈ വിജയം വരിക്കുന്നവനെ ഈശോ സ്വന്തം സിംഹാസനത്തിലിരുത്തുമെന്ന്. മക്കളെ, അതിലേക്ക് വളരാൻ ചങ്കൂറ്റമുണ്ടോ?
ഈ മണിക്കൂർ ഞാൻ പ്രസംഗിച്ചത് ഒരു സാധാരണ കുറെ കാര്യങ്ങളല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്ഷമത പരിശുദ്ധാത്മാവ് ദാഹിക്കും. ആഗ്രഹമുള്ളവരിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ